Hi dear students, welcome to EduGarnet. ഞാൻ കലാദീപക്. ഇന്ന് നമ്മൾ IBBS ക്ലർക്കിന്റെ ഒരു മോക്ക് എക്സാം അല്ല ഒരു ആക്ച്വൽ എക്സാം തന്നെയാണ് കേട്ടോ. മുൻപ് നടന്നിട്ടുള്ള ഒരു എക്സാമിന് ബേസ്ഡ് ഓൺ മെമ്മറി ആണ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് ടൈം ഒക്കെ ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക്, പ്രിപ്പറേഷൻ ഒക്കെ ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഈ എക്സാംസ് എല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും കേട്ടോ. അതായത് എല്ലാത്തിന്റെയും ക്ലറിക്കൽ ലെവൽ മീൻസ് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഗോയിങ് ടു ബി ദ സെയിം. ഇപ്പോൾ IBBS ക്ലർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും SBI ക്ലർക്കിന്റെ എടുത്താലും ഏതിന്റെ എടുത്താലും കാര്യങ്ങളൊക്കെ സെയിം തന്നെ ആയിരിക്കും. വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ചോദിക്കുന്ന ചോദ്യങ്ങളുടെ രീതികളിലോ ഒക്കെ തന്നെ വലിയ കാര്യമായ വ്യത്യാസമൊന്നും പറയാൻ ഇല്ല. സോ ഏതിനു വേണ്ടും നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും വർക്ക്ഔട്ട് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ഇറ്റ്സ് ഫൈൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് റീസണിംഗ് പാർട്ടാണ് ചെക്ക് ചെയ്യുന്നത്. റീസണിംഗിൽ അറിയാലോ 35 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, 20 minutes ആണ് ടൈം. അതുപോലെ തന്നെ എനിക്കുള്ള മറ്റൊരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ, സബ്ജക്ട്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ടോപ്പിക്സിനെ കുറിച്ചോ ഒരു ഐഡിയ ഇല്ലാത്തവർ മോക്ക് എക്സാം ഇരുന്ന് ആദ്യമേ വർക്ക്ഔട്ട് ചെയ്താൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. നിങ്ങൾ ടോപ്പിക്സ് ഒക്കെ അത്യാവശ്യം പഠിച്ചതിന് ശേഷം വേണം മോക്ക് എക്സാമിലേക്ക് കടക്കാൻ. എന്ന് വെച്ചാൽ 100% കവർ ചെയ്യണമെന്നല്ല പറയുന്നത്, ബട്ട് സ്റ്റിൽ ഒന്നും അറിയാതെ നിങ്ങൾ ഇപ്പോൾ ഇത് തന്നെ, ഈ വീഡിയോ തന്നെ ഒന്നും ഒരു എത്തുമ്പടിയില്ലാത്ത ഒരാൾ കണ്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇതെങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. അതായത് ഇത്തരത്തിൽ മോക്ക് എക്സാം നമ്മൾ ചെയ്യുമ്പോൾ ഓരോ ക്വസ്റ്റിനും അതിന്റെ ബേസ് തൊട്ട് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ലല്ലോ. ആ ക്വസ്റ്റൻ എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് എന്നേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ അല്ലെ. സോ ഇത് ആര് കേൾക്കണം? ഇതിനെക്കുറിച്ചൊക്കെ അത്യാവശ്യം ടോപ്പിക്സ് കവർ ചെയ്തിട്ടുണ്ട്. മോക്ക് എക്സാം ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ലെവലിലുള്ള കുട്ടികൾക്ക് ഇറ്റ് വിൽ ബി ഫൈൻ. ഫസ്റ്റ് ടൈം ചെയ്യുന്നവർ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ അത്യാവശ്യം കാര്യങ്ങൾ ടോപ്പിക്സ് ഒക്കെ പഠിച്ചെടുത്തതിന് ശേഷം, ക്വസ്റ്റൻസ് ഒക്കെ എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യണമെന്നെല്ലാം പഠിച്ചതിന് ശേഷം വേണം മോക്ക് എക്സാമിലോട്ടൊക്കെ കടക്കാൻ. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ വന്നിരിക്കും. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു പസിലാണ്. പസിലിന്റെ കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധിച്ചോണം. പസിലൊക്കെ പരീക്ഷയ്ക്ക് വരുവാണെങ്കിൽ കീപ് ഇറ്റ് ഫോർ ദ ലാസ്റ്റ്. ആദ്യമേ നമ്മൾ ബാക്കിയെല്ലാം ചെയ്യാം. ബിക്കോസ് റീസണിങ്ങിൽ എപ്പോഴും ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പസിൽ. അഗെയിൻ പ്രിപ്പറേഷൻ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. ആൻഡ് ഓഫ് കോഴ്സ് നമ്മളൊരു 3-4 പസിലൊക്കെ പ്രതീക്ഷിക്കണം. അതൊരു അതിശയകരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. റീസണിങ് പാർട്ടിൽ എപ്പോഴും കാണും. ബട്ട് പസിൽ നമ്മൾ ആദ്യമേ എടുത്തു വെച്ച് ചെയ്യരുത്. കാര്യം ആദ്യം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ സമയമുണ്ട് അല്ലെ. ഒരുപാട് സമയമൊന്നുമില്ല, 20 minutes. ബട്ട് സ്റ്റിൽ നമ്മുടെ മനസ്സിൽ ആ ഒരു ചിന്താഗതിയുണ്ട്, സമയമുണ്ടല്ലോ എന്ന്. അപ്പൊ നമ്മൾ ഇതിങ്ങനെ ലാവിഷ് ആയിട്ടിരിക്കും. അവസാനം ഇതിന്റെ ഒക്കെ ഒരു ലൈൻ കൺഫ്യൂസിംഗ് ആയിട്ട് കിടന്നാൽ മതി, നമ്മുടെ സമയവും പോവും, നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെന്നിരിക്കും. ഏത് ചെയ്താൽ പോലും കിട്ടാൻ പോകുന്ന സെയിം 1 മാർക്കാണ്. ഓക്കെ, സോ പസിലൊക്കെ എപ്പോഴും നമ്മൾ ലാസ്റ്റിലേക്ക് വെക്കുക. ഇപ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നു. ഓക്കെ, സോ ലുക്ക് അറ്റ് ദിസ് ക്വസ്റ്റ്യൻ. There are 8 boxes A, B, C, D, E, F, G and H. Okay, 8 boxes placed one above the other but not necessarily in the same order. എന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്ന ഓർഡർ തന്നെ ആവണമെന്നില്ല, പക്ഷെ 8 ബോക്സ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. അത് കഴിഞ്ഞുള്ള ലൈനുകളെല്ലാം അതിന്റെ അറേഞ്ച്മെന്റിന്റെ ക്ലൂസ് അല്ലെങ്കിൽ കണ്ടീഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ കണ്ടീഷൻസ് പ്രകാരം നമ്മൾ 8 ബോക്സസ് അറേഞ്ച് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഞാൻ ഈ വരച്ചിരിക്കുന്ന പോലെ ഒരു ടേബിൾ വരച്ചാൽ ഇറ്റ് വുഡ് ബി ഗുഡ്. അതായത് ഇതിനകത്ത് റോസിന്റെ എണ്ണം നമുക്ക് കൃത്യമായിട്ട് അറിയാം, 8 റോസ് ആണ്. കാര്യം 8 ബോക്സസ് ആണല്ലോ. അതുകൊണ്ട് അത് നമുക്ക് കൃത്യമായിട്ട് 8 റോസ് വരച്ചു വെക്കാം. കോളം എത്ര വേണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, കണ്ടീഷൻസ് ചെയ്ത് വരുമ്പോഴേ അറിയുള്ളൂ. ഒരു ഉദ്ദേശത്തിന് കുറച്ച് കോളം അങ്ങ് വരച്ചിടുക. ഓക്കെ, പിന്നെ ആവശ്യമുള്ളതനുസരിച്ച് ആഡ് ഓൺ ചെയ്താൽ മതി. പക്ഷേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ, ഇങ്ങനത്തെ എന്ന് പറഞ്ഞാൽ ഇതേപോലെ കുറച്ചെണ്ണം തന്നിട്ട് ഇതിന്റെയൊക്കെ ഓർഡർ അറേഞ്ച് ചെയ്തെടുക്കുക. അത്തരത്തിൽ വരുമ്പോൾ അഗൈൻ നിങ്ങൾ കുറെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും സ്വയം. ഓക്കെ, ഇങ്ങനത്തെ വരുമ്പോൾ ഈ ഒരു മോഡൽ ഫോളോ ചെയ്താൽ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് വരുന്നത് ഫസ്റ്റ് കണ്ടീഷൻ. നമുക്ക് ഓരോരോ കണ്ടീഷൻ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ കണ്ടീഷൻസ് ഇങ്ങനെ സൈഡിൽ എഴുതിയില്ല. ഓക്കെ, ആദ്യമേ അതേ പറ്റുള്ളൂ. സോ ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത് 2 boxes are placed between B and E. ഓക്കെ, അപ്പൊ നമ്മൾ ദാണ്ട് ഇങ്ങനെ എഴുതി വെക്കുക, ബിറ്റ്വീൻ B and E നമുക്ക് 2 ബോക്സിന്റെ ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് 1 കണ്ടീഷൻ. ഓക്കെ, പക്ഷെ ഈ കണ്ടീഷൻ എഴുതിയപ്പോൾ എന്റെ മനസ്സിൽ ഉദ്ദേശിച്ച ഒരു ഡൗട്ട് എന്താന്ന് വെച്ചാൽ, ഇത് BE എന്ന് തന്നെ എഴുതാൻ പറ്റുമോ? ചിലപ്പോ EB ആണെങ്കിലോ അല്ലെ. കാര്യം അവര് 2 boxes are placed between B and E എന്നേ പറയുന്നുള്ളൂ. അപ്പോ B മുകളിലും E താഴെയും തന്നെ ആവണമെന്നില്ല, ചിലപ്പോ ഇത് തിരിഞ്ഞു ആവാം അല്ലെ എന്നൊരു ഡൗട്ട് എന്റെ മനസ്സിൽ കിടപ്പുണ്ട്. ലെറ്റ്സ് സീ, നമുക്കൊന്ന് മുമ്പോട്ട് പോയി നോക്കാം. അപ്പൊ അടുത്ത ലൈനിൽ പറയുന്നു H is placed immediately below E. ഇമീഡിയറ്റ്ലി ബിലോ ഇ, അതായത് ഈ ഇയുടെ തൊട്ട് താഴെയാണ് H എന്ന്. ദാറ്റ് മീൻസ് ഓവർ ഹിയർ അല്ലെ. ഇപ്പോഴും എന്റെ മനസ്സിൽ മറ്റേ സംശയം ബാക്കി കിടപ്പുണ്ടേ, ഇത് BE ആണോ അതോ ഇനി തരംതിരിച്ച് എഴുതണോ EB ആണോ? ഇനി നെക്സ്റ്റ് ലൈനിലേക്ക് പോകുന്നു. ദാറ്റ് ഇസ് ദ തേർഡ് കണ്ടീഷൻ. B is placed above E. ഇപ്പൊ ആ സംശയം ക്ലിയർ ആയി അല്ലെ. B is placed above E എന്ന് പറയുമ്പോൾ ദിസ് ഇസ് കറക്റ്റ്. നമ്മൾ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് തന്നെയാണ് ഓർഡർ. BE തന്നെയാണ്, EB ഒന്നും അല്ല. കാര്യം അവർ മൂന്നാമത്തെ കണ്ടീഷൻ വന്നപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു B is placed above E. ഇയുടെ മുകളിലാണ് B. സോ ദിസ് ഇസ് കറക്റ്റ് അല്ലെ. അപ്പൊ ഇതൊരു നല്ല കണ്ടീഷൻ ആണ്. കാര്യം കുറച്ച് നമുക്ക് ഒരുമിച്ചും കിട്ടി അല്ലെ. ബാക്കിയും കൂടെ നമുക്കൊന്ന് വായിച്ചേക്കാം. 1 box is placed between F and B. അതാണ്ട് ഇങ്ങോട്ടൊന്ന് എഴുതി വെക്കാം. ബിറ്റ്വീൻ F
ആൻഡ് ബി 1 ബോക്സ്. പക്ഷെ ഇവിടെ മറ്റൊരു ഡൗട്ട് ഉണ്ട് അല്ലെ, കാര്യം ഇത് എഫ് ബി ആണോ ബി എഫ് ആണോ എന്ന് അവർ ക്ലാരിഫൈ ചെയ്യുന്നില്ല. ഇത് ഓക്കെ, ഇവിടെ ഞാൻ ചെറിയ ടിക്കറ്റ് വെച്ചേക്കമേ, ഇതിന്റെ കണ്ടീഷൻ ഓക്കെ. പക്ഷെ ഇവിടെ ഡൗട്ട് ഉണ്ട്. ഇനി അടുത്ത ലൈൻ, D is placed one of the position above E and one of the position below F. അതിന്റെ അർത്ഥം എന്താണ്? D is placed one of the position above E. അതായത് ഇയുടെ മുകളിൽ എവിടോ ആണ് D and one of the position below F. അതുപോലെ എഫിന്റെ താഴെ എവിടെയോ ആണ്. അപ്പൊ സംതിങ് ലൈക്ക് ദിസ് അല്ലെ, ഇങ്ങനെയാണ് അവർ ആ കണ്ടീഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഡീനെ കുറിച്ചാണ് പറയുന്നത്. D is placed one of the position above E, യുടെ മുകളിലോട്ട് ഏതോ ഒരു പൊസിഷൻ, ആൻഡ് one of the position below F, but not immediately above or below. അപ്പൊ എന്താണ്? എന്നാൽ ഇവര് മൂന്നുപേരും അടുത്തടുത്ത് വരത്തില്ല. ദാറ്റ് മീൻസ് എഫ് ഡി ഇ അങ്ങനെയല്ല, എന്തോ ഒരാളുടെയെങ്കിലും ഗ്യാപ്പ് ഇവരുടെ ഒക്കെ ഇടയിൽ, മൂന്നുപേരുടെ ഇടയിൽ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് കണ്ടീഷൻ, 1 ബോക്സ് പ്ലേസ് ബിറ്റ്വീൻ G and C. ബിറ്റ്വീൻ G and C 1 ബോക്സ് ഇസ് പ്ലേസ്ഡ്. അഗൈൻ ഇവിടെ മറ്റേ ഡൗട്ട് ഉണ്ട്, GC ആണോ CG ആണോ. അടുത്ത കണ്ടീഷൻ, A and F should not be placed above G. should not be placed above G എന്ന് പറഞ്ഞാൽ എന്താ? above ആയിരിക്കരുത് എന്ന് പറഞ്ഞാൽ below ആയിരിക്കണം, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ ജിയുടെ താഴെ എവിടെയോ ആണ് ആരൊക്കെ? എയും എഫും. എവിടെയാണെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ, എന്തായാലും താഴെ ആയിരിക്കണം. ഓക്കെ, മുകളിലല്ലെന്ന് പറഞ്ഞാൽ താഴെ ആയിരിക്കണം. ഓക്കെ, ഇനി നമുക്കിവിടെ 8 ബോക്സുകളെ അറേഞ്ച് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഓക്കെ, അവർ താണ്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തെടുക്കണം. സേ നമുക്കിവിടെ 8 7 6 5 4 3 2 and 1. ഓക്കെ, കോളം ഞാൻ എന്റെ ഉദ്ദേശത്തിന് കുറച്ചൊന്ന് വരച്ചിട്ടു, ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യം ഇവിടെ വ്യക്തതയുള്ള ഇത്രേ ഉള്ളൂ കണ്ടീഷൻ. ഇനി ആക്ച്വലി നമുക്ക് ക്വസ്റ്റൻ വായിക്കേണ്ട ആവശ്യമില്ല, വായിച്ച് ഞാൻ എല്ലാം 5 വട്ടത്തിലാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഈ ക്വസ്റ്റൻ രണ്ടാമതൊന്നും കൂടെ വായിക്കേണ്ട കാര്യമൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വായിച്ചുകൊണ്ടിരിക്കേണ്ടില്ല. അപ്പൊ ഇതിലിപ്പോ എനിക്ക് ഉറപ്പുള്ളതാണ് ഈ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, ഓർഡറിൽ ഉറപ്പുള്ള. ബാക്കിയെല്ലാം മുകളിലാണോ താഴെയാണോ നമുക്കൊരു ഡൗട്ട് ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് വെച്ചൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ എവിടെ ഇടണം ബി ആർക്കറിയാം, ചുമ്മാ നമുക്കൊരു പോസിബിലിറ്റി വെച്ച് തുടങ്ങാമല്ലോ. എന്ത് ചെയ്യും? ബീനെ ഫസ്റ്റ് കണ്ടീഷൻ, ബീനെ താണ്ട് ഇവിടെ ഒന്ന് എഴുതി നോക്കാം. അവിടെ ബീനെ എഴുതിയ 2 ഗ്യാപ്പ് കഴിഞ്ഞ് താണ്ട് ഇവിടെ ഇ വരും, അവിടെ ഈ വന്ന തൊട്ട് താഴെ H ഇവിടെ വരും. ഓക്കെ, പക്ഷെ വേണമെങ്കിൽ ബി 7th ആയിരിക്കാം അല്ലെ, 7th പൊസിഷൻ. അങ്ങനെയാണെങ്കിൽ 2 ഗ്യാപ്പ് കഴിഞ്ഞ് ഇ ഇവിടെ വരും, തൊട്ട് താഴെ H ഇവിടെ വരും. വേറെ ഏത് പോസിബിലിറ്റി ഉണ്ട്? വേണമെങ്കിൽ 6th പൊസിഷനിലാവാം, 2 ഗ്യാപ്പ് കഴിഞ്ഞ് ഇ ഇവിടെയും വരാം, H ഇവിടെയും വരാം. ഇനിയും ഉണ്ട് സാധ്യത, വേണമെങ്കിൽ ഇവിടെ ആവാം, 2 ഗ്യാപ്പ് കഴിഞ്ഞ് ഇ ഇവിടെ വരാം, H ഇവിടെ വരാം. ഇനി സാധ്യത ഉണ്ടാ, ഇനി താക്കാൻ പറ്റൂല അല്ലെ, ഇനി താക്കാൻ H എഴുതാൻ സ്ഥലമില്ല. സോ ഇത്രയും 4 പോസിബിലിറ്റി ഫസ്റ്റ് കണ്ടീഷൻ കിട്ടി. ഫൈൻ. ഇനി നമുക്ക് ഇവരെ കണക്ട് ചെയ്തൊക്കെ അടുത്ത വല്ലതും ഉണ്ടോ നോക്കാം. അപ്പൊ ഇവരെ കണക്ട് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഇവിടെ കാണുന്ന ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബി ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. ബിയുടെ വേറൊരു കണ്ടീഷൻ കൂടെ ഉണ്ട്, നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്ത് കളയാൻ പറ്റുന്നത്. ഈ Hനെ കണക്ട് ചെയ്ത് വേറെ ഒന്നും ഇടില്ല അല്ലെ, ബിനെയും ഈനെയും കണക്ട് ചെയ്തിട്ടുണ്ട്. അതാണ്ട് ഈയുടെ കറക്റ്റ് ചെയ്ത് കുറച്ചും കൂടെ വ്യക്തമായിട്ടുള്ള ഒരു സാധനം എടുത്തിട്ടുണ്ട്. അതെന്താണ്? എന്തായാലും ഈയുടെ മുകളിലോട്ട് ആരൊക്കെ വരണം? ഡിയും എഫും വരണം, എന്നാൽ തൊട്ട് മുകളിൽ അല്ലതാനും അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതാണ് ഈ ഫസ്റ്റ് സാധ്യത വീട്ടിൽ കളഞ്ഞൂടെ. കാര്യം ഇവിടെ എന്തായാലും ഇവിടെ 2 സ്ഥലമുള്ളൂ, തൊട്ടടുത്ത് വരാൻ പാടില്ലല്ലോ ഡിയും എഫും, അല്ലാതെ ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ഈ കണ്ടീഷൻ ഇനി കൊണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ല, അത് പോട്ടെ. ഇനി ഇതാണ്ട് ഇവിടെ ഇതും ശരിയാവോ? ഇത് വേണമെങ്കിൽ ശരിയാവാൻ പറ്റും അല്ലെ. ഇതെങ്ങനെ ശരിയാക്കാം? ഈയുടെ തൊട്ട് മുകളിൽ ആവരുതെങ്കിൽ ദാണ്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഡീനെ എഴുതിയിട്ട് പിന്നെ ഒരു ഗ്യാപ്പ് ഇട്ട് എഫ് ഇവിടെ അല്ലെ, അങ്ങനെ വേണമെങ്കിൽ വരാം. അങ്ങനെ വരാൻ പറ്റുള്ളൂ, വേറെ സാധ്യത ഒന്നുമില്ല. പിന്നെ ദാണ്ട് ഈ ഫിഗറിൽ നമുക്ക് വേണമെങ്കിൽ ഈനെ തൊട്ടടുത്ത് വരരുതല്ലോ, അപ്പൊ ഡീനെ ദാണ്ട് ഇവിടെ എഴുതാം. എന്നിട്ട് എഫ് പക്ഷെ സംശയമാണ്, ഇതിൽ എവിടെ വരണമെന്ന് ഡൗട്ട് ഉണ്ട്. എഫിനെ ഫിക്സ് ചെയ്യാൻ പറ്റില്ല, ഇവിടെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല, അവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് മറ്റേ കണ്ടീഷൻ പോവാം. അതുകൊണ്ട് ബീനെ കണക്ട് ചെയ്ത് ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, ബിയിൽ നിന്ന് ഒരു ഗ്യാപ്പ് എഫ്, പക്ഷെ വ്യക്തത അല്ല, മേളോട്ടാണോ താഴോട്ടാണോ ഉറപ്പില്ല കേട്ടോ. അപ്പൊ നമുക്ക് അത് നോക്കാം. അപ്പൊ ഈ ഫിഗറിൽ ബിയിൽ നിന്ന് ഒരു ഗ്യാപ്പ് എഫ് വരണമെങ്കിൽ കണ്ടോ, അപ്പൊ ഇത് തെറ്റാണ് അല്ലെ, നേരത്തെ ഫിക്സ് ചെയ്തനുസരിച്ച് അടുപ്പിച്ചായി പോലെ. സോ ഇതും തെറ്റ്, പോട്ടെ. ഇനി ഇവിടെ ബിയിൽ നിന്ന് ഒരു ഗ്യാപ്പ് എഫ് എന്ന് പറഞ്ഞാൽ ഒയ്യോ മുകളിലോട്ട് സ്ഥലം കിടക്കുക, താഴോട്ട് സ്ഥലം കിടക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ങോട്ട് വരയ്ക്കാം. അപ്പൊ ബി ഇവിടെ, ഡി ഇവിടെ, ഇ ഇവിടെ, H ഇവിടെ. നമ്മുടെ സംശയം എന്തായിരുന്നു? ബി ഒരു ഗ്യാപ്പ് എഫ് മുകളിലോട്ടാണോ താഴോട്ടാണോ? ഈ പൊസിഷനിൽ ഞാൻ എഫ് മുകളിലോട്ട് വരയ്ക്കുന്നു, ഈ ഫിഗറിൽ നമുക്ക് എഫ് താഴോട്ട് വരയ്ക്കാം. ഓക്കെ, ഇനി കണ്ട് ഈ ഒരു സാധനം കൂടെ ബാക്കിയുണ്ട്. ഇവിടെയും ബി മുകളിലാണോ താഴെയാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ ഉണ്ടാക്കാം. ബി 2 ഗ്യാപ്പ് ഇയുടെ തൊട്ട് താഴെ H. ഡൗട്ട് ബി ഒരു ഗ്യാപ്പ് എഫ് മുകളിലാണോ അതോ ബി ഒരു ഗ്യാപ്പ് എഫ് താഴെയാണോ? ഇനി ഇതിൽ ഏതൊക്കെ വെട്ടിക്കളയാൻ നോക്കാവേ. നമ്മുടെ ഈ കണ്ടീഷനുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യണം. ഈ കണ്ടീഷനായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഈയുടെ മുകളിലായിരിക്കണം ഡി, അതിന്റെ മുകളിലായിരിക്കണം എഫ്,
കണക്റ്റഡ് ആവരുത്. അപ്പൊ ഈ ഒരു സാധ്യത തരക്കേടില്ല. ഇവിടെയോ ഈയുടെ മുകളിൽ ഡി ഡി ഇതാണ്ട് ഡി, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഫിക്സ് ചെയ്യാം അല്ലെ. ഇനി ഇവിടെ ഇത് തെറ്റാണ്, ഇത് നമ്മൾ മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല, കാര്യം ഈ എഫും ഡി ഒന്നും അടുപ്പിച്ച് വരാൻ പാടില്ല. സോ കട്ട് ഇറ്റ് ഓഫ്. ഇവിടെയും തെറ്റാണ്, കാര്യം എന്താണ്ട് ഇയും എഫും ഡിയുടെ ഇവരുടെ ഇടയ്ക്ക് വരേണ്ടതാണ്, ഒന്നും നടക്കുന്നില്ല, വെട്ടിക്കള. അപ്പൊ ഇനി ഇതാണ്ട് ഇത് രണ്ടും വെച്ച് പ്രൊസീഡ് ചെയ്താൽ മതി. ബാക്കി നമുക്ക് രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ഒരു കണ്ടീഷൻ എന്താണ്, ജിയുടെയും സിയുടെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ്. ജിയുടെയും സിയുടെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വരണമെങ്കിൽ ഇത് പറ്റില്ലല്ലോ, കാര്യം ഇതിൽ താണ്ട് ഇവിടെ ജി സി എഴുതിയാലും ഇവിടെ ജി സി എഴുതിയാലും ഒരു ഗ്യാപ്പ് അല്ലല്ലോ, രണ്ട് ഗ്യാപ്പ് അല്ലേ. സോ ഇത് വെട്ടിക്കളയാൻ തെറ്റ്. ഇനി താണ്ട് ഇതേ ഉള്ളൂ അല്ലെ. ഇവിടെ ജിയുടെയും സിയുടെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വരണമെങ്കിൽ താണ്ട് ഇവിടെ തന്നെ ആയിരിക്കണം അല്ലെ. ഇവിടെ എഴുതിയ രണ്ട് ഗ്യാപ്പ് ആയി പോലും. സോ ഉറപ്പായിട്ടും ജി സി ഇവിടെ ആണ്. പക്ഷെ ജി സി ആണോ അത് സി ജി ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു കണ്ടീഷൻ കൂടെ പെൻഡിങ് ഇല്ലേ, അതെന്താ പറയുന്നത്, എന്തായാലും ജിയുടെ താഴോട്ടായിരിക്കണം എ യു എഫ്. അങ്ങനെ ആയിരിക്കണമെങ്കിൽ നമ്മൾ ജീൻ ഇവിടെ എഴുതിയാലേ പറ്റുള്ളൂ, കാര്യം ജീൻ ഇവിടെ എഴുതിയ എഫ് മുകളിലായി പോലെ. സോ ജി ഇവിടെ ആയിരിക്കണം, എന്നിട്ട് ഒരു ഗ്യാപ്പ് സി ഇവിടെ ആയിരിക്കണം. എന്തുകൊണ്ട്, കാര്യം ജിയുടെ താഴെ ആയിരിക്കണം എ യു എഫ് എന്ന് കണ്ട് ഈ കണ്ടീഷനിൽ പറയുന്നുണ്ട് അല്ലെ. ഇനി പെൻഡിങ് ഉള്ള ഒരു പൊസിഷനിൽ ആ എയും കൂടെ എഴുതിയാൽ സംഭവം കംപ്ലീറ്റ് ആവും. സോ കിട്ടിയതിൽ വെച്ച് ഇതാണ് ശരി ഉത്തരം നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇതാണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, വിച്ച് ബോക്സ് ഇസ് പ്ലേസ്ഡ് ഇമീഡിയറ്റ്ലി ബിലോ സി. നമ്മുടെ ഫിഗറിലോട്ട് നോക്കുക, ഇമീഡിയറ്റ്ലി ബിലോ സി എന്താണ്, ബി ആണ്. ബി എന്ന് പറയുമ്പോൾ ഏത് ഓപ്ഷൻ ആണ്, ഓപ്ഷൻ 3 അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ബോക്സസ് ആർ പ്ലേസ്ഡ് ബിറ്റ്വീൻ ജി ആൻഡ് ഡി. നമ്മുടെ ഫിഗറിലേക്ക് നോക്കുക, ബിറ്റ്വീൻ ജി ആൻഡ് ഡി എത്ര പേരുണ്ട്, 1 2 3 boxes. 3 boxes എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ. Next question, what is the position of D? Third from the top, third from the bottom. എന്തൊക്കെയാണ് position of D? അല്ല, ഒരു 1 2 3 4. Fourth from the bottom ഉണ്ടെങ്കിൽ എടുക്കാം അല്ലെ. ഉണ്ട്, fourth from the bottom ഇല്ല, fourth from the top ആണ് എടുക്കുന്നത്. സെക്കൻഡ് ഇതൊന്നുമില്ല അല്ലെ, none of the above. അങ്ങനെ ഒരു കണ്ടീഷൻ തന്നിട്ടില്ല. സോ 3 5 ആണ്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, 4 of the following 5 are alike. ഏതാണ് അല്ലാത്തത്, ജി സി, എ എച്ച്, സി ഇ. ജി സി എന്ന് പറയുമ്പോൾ അവരുടെ ഇടയിൽ ഒരു ഗ്യാപ്പ്, എ എച്ചിനും ഒരു ഗ്യാപ്പ് ആണ്. പിന്നെ തേർഡ് ഓപ്ഷൻ എന്തായിരുന്നു, സിഇ ബി എഫ് ഇ ഡി. സിഇ ഇച്ചിരി വ്യത്യാസമാണ്, ബി എഫ് ഒരു ഗ്യാപ്പാണ്, ഇ ഡിയും ഒരു ഗ്യാപ്പാണ്. അപ്പൊ ഇതിൽ വ്യത്യാസം ഏതാ, നമ്മുടെ സിഇ തേർഡ് ഓപ്ഷൻ ആണ് വ്യത്യാസം. ബാക്കി എല്ലാവരുടെ ഇടയിൽ ഒരു ഗ്യാപ്പാണ്, ഈ സിയുടെ ഇടയിൽ മാത്രം കുറെ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ അതാണ് വ്യത്യാസം അല്ലെ. ദാറ്റ് മീൻസ് തേർഡ് ഓപ്ഷൻ 4 3. പിന്നെ ഫിഫ്ത് ക്വസ്റ്റ്യൻ, ഇഫ് ബോക്സസ് ജി ആൻഡ് എ ഇന്റർചേഞ്ച് ദെയർ പൊസിഷൻ, then which box will be placed above G? എന്നാ പിന്നെ ഇന്റർചേഞ്ച് ചെയ്യാൻ പോകുന്നത് എന്തിനാ, അബവ് എ അങ്ങ് നോക്കിയാൽ പോരെ അല്ലെ. അപ്പൊ അബവ് എ, ഇപ്പൊ നിലവിൽ അബവ് എ ആരാണ്, ഡി ആണ് അല്ലെ. അപ്പൊ ഇന്റർചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ അബവ് ജി ടി ആയിരിക്കും. സോ ദാറ്റ് ഇസ് ദ സെക്കൻഡ് ഓപ്ഷൻ. സോ 5 2. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കോഡിംഗ് ആണ്. ഇതിനകത്ത് നമുക്ക് അധികമായിട്ട് എഴുതേണ്ടി ഒന്നും വരില്ല, 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് 6th ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ കോഡ് ഫോർ ദ വേർഡ് കേക്ക്. അപ്പൊ ആദ്യമേ നോക്കുക, ഈ 4 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് അല്ലെ. നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്തിടാം. ഓക്കെ, ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ദിസ് ഇസ് ദ സെക്കൻഡ്, പിന്നെ തേർഡ്, പിന്നെ ഫോർത്ത്. ഓക്കെ, 4 സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് നിങ്ങൾ വിചാരിക്കും ഏതാണ്. ഇനിയിപ്പോ നമുക്ക് വേണ്ടത് കേക്ക് ആണ്. സോ ലെറ്റ് സി, കേക്ക് എന്ന് പറയുന്ന വേർഡ് എവിടെയൊക്കെ ഉണ്ട് നോക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ ഇവിടെ കിടപ്പുണ്ട്, പിന്നെ അതാണ് തേർഡ് സ്റ്റേറ്റ്മെന്റിലും ഉണ്ട് അല്ലെ. സോ ആക്ച്വലി ഫസ്റ്റിലും തേർഡിലുമാണ് കേക്ക് വരുന്നത്, കേക്ക്. ഇനി പ്രത്യേകം നോക്കണം, ഈ ഫസ്റ്റിലും തേർഡിലും വേറെ ആരെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ, കേക്ക് അല്ലാതെ. പീപ്പിൾ ഇല്ല, ലവ് ഉണ്ട്, ഈറ്റിംഗ് ഇല്ല. സോ ഒരു പ്രശ്നമുള്ളത് ലവും ഇവിടെ രണ്ടിടത്തും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ കേക്കും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, കേക്കിന്റെ ഒപ്പം തന്നെ വേറെ ആരും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ലവും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഈ കേക്കും ലവും അങ്ങാണ് സെക്കൻഡിലോ ഫോർത്തിലോ വരുന്നുണ്ടോ, അതൊട്ടില്ലതാണ്. സോ ദ പ്രോബ്ലം ഈസ് ഫസ്റ്റിലും തേർഡിലും ഒരുപോലെ കേക്കും ലവും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് കേക്കിന്റെയും ലവിന്റെയും കോഡ് എന്തായാലും ഉറപ്പിക്കാൻ പറ്റില്ല, സ്ഥിരീകരിക്കാൻ പറ്റില്ല. നമുക്ക് രണ്ടുപേരിൽ കൺഫ്യൂഷൻ വരും അല്ലെ. അത് ആരൊക്കെയാണ്, ഇനി കോഡിന്റെ ഭാഗത്തേക്ക് നോക്കാം. ഈ ഫസ്റ്റിലും തേർഡിലും റിപ്പീറ്റ് ചെയ്യുന്ന കോഡുകൾ ആരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. ഡാ ഇവിടെ രണ്ടിടത്തുണ്ട്, അതുപോലെ തന്നെ നോ ഇവിടെ രണ്ടിടത്തുണ്ട്. ഡായും നോയും ഇവരിൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. സോ വാട്ട് ഇസ് ദ കോഡ് ഓഫ് കേക്ക് എന്ന് ചോദിച്ചാൽ വി ആർ നോട്ട് ഷുവർ, ഇറ്റ് ക്യാൻ ബി ഐദർ ഡാ ഓർ നോ. അതേപോലെ തന്നെ വാട്ട് ഇസ് ദ കോഡ് ഓഫ് ലവ് എന്ന് ചോദിച്ചാലും അത് തന്നെ. ഇവിടെ ചോദ്യം വാട്ട് ഇസ് ദ കോഡ് ഫോർ കേക്ക് അല്ലേ. സോ ഐദർ ഡാ ഓർ നോ എന്ന് പറയുമ്പോൾ ഡാ കണ്ടോ ഫസ്റ്റിലുണ്ട്, ഡാ അല്ല നോ, ഡാ തേർഡിലും ഉണ്ട്. സോ ആൻസർ ഓപ്ഷൻ ഷുഡ് ബി ഐദർ ഫസ്റ്റ് ഓർ തേർഡ്. ഐദർ ഫസ്റ്റ് ഓർ തേർഡ് എന്ന് പറയുമ്പോൾ ദാണ്ട് ഇത് ഫിഫ്ത്ത് ഓപ്ഷൻ, ഐദർ ഫസ്റ്റ് ഓർ തേർഡ്. ഉറപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട്.
ഓക്കെ, ഇനി നമ്മുടെ 7th ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ കോഡ് ടാ മീൻ? നമുക്ക് നോക്കാം ടാ എവിടെയൊക്കെ ഉണ്ട്. അതാണ്ട് ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാം ടാ ഫസ്റ്റിലുണ്ട്, ഇവിടെ ഒന്നുമില്ല, അതാണ്ട് ഫോർത്തിലുണ്ട്. ഓക്കെ, സോ ഫസ്റ്റിലും ഫോർത്തിലും നമ്മൾ ടാ കണ്ടു. ഓക്കെ, ഇനി ടാ അല്ലാതെ വേറെ ആരെങ്കിലും ഫസ്റ്റിലും ഫോർത്തിലും ഉണ്ടോ? സി ഇല്ല, ഡ ഇല്ല, നോ ഇല്ല. അപ്പൊ അത് കൊള്ളാം. അപ്പൊ ടാ മാത്രമേ ഉള്ളൂ ഫസ്റ്റിലും ഫോർത്തിലും റിപ്പീറ്റ് ചെയ്യുന്ന കോഡ് അല്ലെ. ഇനി വേർഡ്സിന്റെ പാർട്ടിലോട്ട് വാ. ഈ ഫസ്റ്റിലും ഫോർത്തിലും മാത്രം റിപ്പീറ്റ് ചെയ്യുന്ന ഒരേ ഒരു വേർഡേ കാണുള്ളൂ. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കുക, ആരാണത്? പീപ്പിൾ അല്ലെ. സോ ഉറപ്പായിട്ടും ടായുടെ കോഡ് എന്താണ്? അല്ല, കോഡല്ല, വേർഡ് അല്ലെ, കറസ്പോണ്ടിങ് വേർഡ് എന്താണ്? പീപ്പിൾ ആണ്. ഓക്കെ, സോ പീപ്പിൾ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ദ സെക്കൻഡ് ഓപ്ഷൻ. 7-2. ഓക്കെ, ഇനി 8, വാട്ട് ഇസ് ദ കോഡ് ഫോർ ദ വേർഡ് റൈറ്റ്? നോക്കിക്കോളൂ, റൈറ്റ് എവിടെയൊക്കെ ഉണ്ടതാണ്ട് സെക്കൻഡിലും ഉണ്ട്, ഫോർത്തിലും ഉണ്ട് അല്ലെ. സോ നമുക്ക് ഇവിടെ നോട്ട് ചെയ്യാം, സെക്കൻഡിലും ഫോർത്തിലും വി ഹാവ് ഗോട്ട് റൈറ്റ്. വേറെ ആരെങ്കിലും ഉണ്ടോ സെക്കൻഡിലും ഫോർത്തിലും റിപ്പീറ്റ് ചെയ്യുന്ന? ആരും ഇല്ലെങ്കിൽ പണി തീർന്നു. സെക്കൻഡിലും ഫോർത്തിലും വേറെ ആരും ഇല്ല കേട്ടോ. സോ എളുപ്പമാണ്. റൈറ്റ് മാത്രമേ സെക്കൻഡിലും ഫോർത്തിലും ഉണ്ട്. കോഡ് പാർട്ടിലേക്ക് നോക്കുക. ഹായ് മ്യൂ 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 ആണ് അല്ലെ. സോ ഡെഫിനറ്റ്ലി റൈറ്റിന്റെ കോഡ് എന്താണ്? മ്യൂ ആണ്. കാര്യം സെക്കൻഡിലും ഫോർത്തിലും റൈറ്റ് മാത്രമേ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. അവിടെ റിപ്പീറ്റ് ചെയ്യുന്ന കറസ്പോണ്ടിങ് കോഡ് മ്യൂ ആണ്. സോ ഇറ്റ് ഇസ് 8-4. യെസ്. ഇനി 9, വാട്ട് ഇസ് ദ കോഡ് സി മീൻ? സി. അപ്പൊ നമുക്ക് നോക്കാം, സി എവിടെ ഉണ്ട്? അയ്യോടാ, സി ഒരിടത്ത് മാത്രമേ ഉള്ളൂ അല്ലെ. അതെവിടെയാണ്? ദാണ്ട് ഇവിടെ മാത്രം, ഫസ്റ്റില് മാത്രമേ സി ഉള്ളൂ. അതായത് വേറെ ആരെങ്കിലും അവിടെ മാത്രം കിടക്കുന്നുണ്ടോ നോക്കാം. ഡ ഇവിടെ പോയി, ടാ ഇവിടെ പോയി, നോ ഇവിടെ പോയി. വെരി ഗുഡ്. സി മാത്രമേ ഇവിടെ മാത്രമായിട്ട് കിടക്കുന്നുള്ളൂ. സോ ഈ 4 വേർഡ്സിൽ ഇവിടെ മാത്രമായിട്ട് കിടക്കുന്ന ആരോ ഉണ്ട്? പീപ്പിൾ ഇവിടെ ഉണ്ട്, പോട്ടെ. ലവ് ഇവിടെ ഉണ്ട്, പോട്ടെ. ഈറ്റിംഗ് വേറെ എവിടെയില്ല. കേക്കും താണ്ട് ഇവിടെ ഉണ്ട്. സോ ഇറ്റ് ഈസ് ഈറ്റിംഗ്. സോ സിയുടെ കോഡ് ഈറ്റിംഗ് ആണ്. കാര്യം സി ഇവിടെ മാത്രമേ ഉള്ളൂ, ഇവിടെ മാത്രം നിൽക്കുന്ന വേർഡ് ഈറ്റിംഗ് ആണ്. സോ ഈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ബി ദ തേർഡ് ഓപ്ഷൻ. സോ 9-3. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഇനിക്വാളിറ്റി. ഓക്കെ, ഇനിക്വാളിറ്റി നമുക്ക് ചെയ്യാം. ഇനിക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് 10th ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ നമുക്ക് 2 സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ഈക്വൽ ടു ഡി ഗ്രേറ്റർ ദാൻ എൽ ഈക്വൽ ടു എൻ. കുത്തുകൊമാണ്ടല്ലോ. അത് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. നമുക്ക് 2 കൺക്ലൂഷൻ ഉണ്ട്. രണ്ടും എല്ലും ഐനെയും കണക്ട് ചെയ്ത് തന്നെയാണ്. ഒന്ന് എൽ ലെസ് ദാൻ ഐ, മറ്റൊന്ന് എൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ. ഇതിലേതാണ് ശരിയെന്ന് നോക്കണം. ചുരുക്കി പറഞ്ഞാൽ എല്ലും ഐയും തമ്മിലൊരു കണക്ഷൻ ഒന്ന് ഒപ്പിച്ചെടുത്താൽ മതി. ബട്ട് എൽ കണ്ടോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിലേ ഉള്ളൂ, ഐ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലാണ്. സോ വി ഹാവ് ടു കണക്ട് ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെ. അപ്പൊ 2 സ്റ്റേറ്റ്മെന്റിലുള്ള കോമൺ ലെറ്റർ ഏതാണ്? പി ആണ് കോമൺ ലെറ്റർ. സോ പിയിലൂടെ കണക്ട് ചെയ്യണം. സ്റ്റാർട്ടിങ് വിത്ത് എൽ. എന്തുകൊണ്ട് എൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്? കാര്യം 2 കൺക്ലൂഷനും എൽ എന്ന് പറയുന്ന ലെറ്റർ വെച്ചല്ലേ തുടങ്ങുന്നത്. സോ നമ്മൾ കണക്ട് ചെയ്യുമ്പോഴും എൽ വെച്ച് തന്നെ കണക്ട് ചെയ്യാം, തുടങ്ങും. ഓക്കെ, എൽ എവിടെ ഉണ്ട്? ഇവിടെ ഉണ്ട്. ഇവിടുന്ന് പിയിലോട്ട് പോകാൻ പുറകോട്ട് പോവുക. ഓക്കെ, സോ എൽ ലെസ് ദാൻ ഡി, ലെസ് ദാൻ ഡി. അടുത്ത എന്താ? ഈക്വൽ ടു ആർ. അത് എഴുതണ്ടെന്നേ, 2 തുല്യമല്ലേ, പിന്നെ എന്തോ എഴുതുന്നത്? അത് പോട്ടെ. ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പി, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പി. അപ്പൊ തന്നെ പ്രോബ്ലം കണ്ടോ, പ്രശ്നമായി. കാര്യം ഇപ്പൊ തന്നെ നമുക്ക് കോമൺ ഇല്ല, കണക്ഷൻ വിട്ടുപോയില്ലേ. എൽ ലെസ് ദാൻ ഡി ആണ്, പക്ഷെ അത് കഴിഞ്ഞ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി. ഇറ്റ് ഇസ് എ ഡിഫറൻസ് സിമ്പിൾ. നമുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ കോമൺ ലെറ്റർ വേണ്ടേ? ഇപ്പൊ തന്നെ കണക്ഷൻ പോയി. സോ ചുരുക്കി പറഞ്ഞ എല്ലും ഐയും തമ്മിൽ കണക്ഷൻ കിട്ടുന്നില്ല, നോ കണക്ഷൻ. സോ ദി ആൻസർ ഓപ്ഷൻ ഷുഡ് ബി none follows. That is ഇത് 10-5 ആയിരിക്കും, നൺ ഫോളോസ് ആയിരിക്കും. പക്ഷെ ഇത് ഗ്രേറ്റർ ദാൻ ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഈ സെക്കൻഡ് കൺക്ലൂഷനിലെ എൽ ലെസ് ദാൻ ഐക്ക് പകരം, സപ്പോസ് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെ, എൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐക്ക് പകരം എൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഐ എന്നായിരുന്നു തന്നിരുന്നെങ്കിൽ നമുക്കിത് ഐദർ ഓർന്ന് മാർക്ക് ചെയ്യാൻ പറ്റിയേനെ ഈ ഒരു സിറ്റുവേഷനിൽ. കാര്യം എല്ലും ഐയും തമ്മിൽ കൺക്ലൂഷൻ കിട്ടാത്ത സ്ഥിതിക്ക് 3 സിമ്പിൾസും വരാനുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെ ഒരു കേസ് ആയിരുന്നെങ്കിൽ നമുക്ക് ഐദർ ഓർ എന്ന് പറയായിരുന്നു. പക്ഷെ ശ്രദ്ധിക്കണം, ഇവിടെ ഐദർ ഓർ പറയാൻ പറ്റുന്നില്ല, ബിക്കോസ് ഗ്രേറ്റർ ദാൻ മിസ്സിംഗ് ആണ്. ഇവിടെയും ലെസ് ദാൻ ആണ്, ഇവിടെയും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്, ഇവിടെ ഗ്രേറ്റർ ദാൻ വരുന്നതേ ഇല്ല കേട്ടോ. അപ്പൊ നമുക്ക് എല്ലും ഐയും തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കാനും പറ്റുന്നില്ല, കാര്യം കണക്ഷൻ നോക്കുമ്പോൾ തന്നെ ഡിഫറൻസ് സിമ്പിൾ ആയി പോവാണ്. സോ ഇവിടെ കണക്ഷൻ കിട്ടുന്നില്ല. സോ ഇറ്റ് ഇസ് നൺ ഫോളോസ്. ബട്ട് ഇത് സെക്കൻഡ് ഓപ്ഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പകരം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരുന്നെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഐദർ ഓർ പറയാമായിരുന്നു. ഇവിടെ പറയാൻ പറ്റുന്നില്ല. ഓക്കെ, വീണ്ടും ഇനിക്വാളിറ്റി. ഇവിടെ 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ട് കണ്ടോ. ഫസ്റ്റ് കൺക്ലൂഷൻസ് ബിറ്റ്വീൻ എം ആൻഡ് ആർ. നമുക്കൊന്ന് കണക്ട് ചെയ്യാം. എം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിലും ആർ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലുമാണ്, വിച്ച് ഇസ് എ കോമൺ ലെറ്റർ സി. സ്റ്റാർട്ടിംഗ് വിത്ത് എം, ബിക്കോസ് കൺക്ലൂഷൻ സ്റ്റാർട്ട്സ് വിത്ത് എം. ഓക്കെ, സോ നമുക്ക് എം ആദ്യം എഴുതാം. എം ഇസ് ഈക്വൽ ടു പി. അത് എഴുതണ്ട, 2 സെയിം അല്ലേ, എന്തിനാണ് എഴുതാൻ പോകുന്നത്? ഒരാൾ എഴുതിയാൽ പോരെ. ഗ്രേറ്റർ ദാൻ സി,
അപ്പൊ എം ഗ്രേറ്റർ ദാൻ സി. ഇനി ഇപ്പുറത്തേക്ക് ചാടി വാ, കണക്ട് ചെയ്യേണ്ട ആറിലേക്കാണേ. സി ഗ്രേറ്റർ ദാൻ ബി, സി ഗ്രേറ്റർ ദാൻ ബി. പക്ഷെ പിന്നെ എഴുതിയിരിക്കുന്നുണ്ടോ ബി ഈസ് ഈക്വൽ ടു ആർ, രണ്ടുപേരും സെയിം ആണെന്ന്. എന്നാ പിന്നെ ആർ അങ്ങ് എഴുതിയാ പോരെ, എന്തിനാ ബി എഴുതുന്നത്? കണക്ഷൻ കിട്ടി. കോമൺ സിമ്പിൾ ഇസ് ഗ്രേറ്റർ ദാൻ, സോ നമുക്ക് എന്ത് പറയാം? എം ഗ്രേറ്റർ ദാൻ ആർ എന്ന് പറയാം, വിച്ച് ഇസ് ദ ഫസ്റ്റ് കൺക്ലൂഷൻ. ഇനി സെക്കൻഡ്, ജിയും ബിയും തമ്മിലാണേ, അതും കണക്ട് ചെയ്യണം. ജി ഇപ്പുറത്തും ബി ഇപ്പുറത്തും ആണ്, കോമൺ ലെറ്റർ സി അല്ലായിരുന്ന. അപ്പൊ നമുക്ക് ജി വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ജി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം. അത് കഴിഞ്ഞുള്ള ഭാഗം എഴുതണ്ട. എം ഇസ് ഈക്വൽ ടു പി, ഇറ്റ് ഇസ് സെയിം, എഴുതണ്ട. എന്തിനാ പറഞ്ഞത്? അത് കഴിഞ്ഞെന്താ? പി ഗ്രേറ്റർ ദാൻ സി, അതായത് എം ഗ്രേറ്റർ ദാൻ സി. ഓക്കെ, ഇനി നമുക്ക് ആരിലേക്ക് കണക്ട് ചെയ്യിപ്പിച്ച് കൊണ്ടുവരേണ്ടത്? ബിയിലേക്കാണ്. ഇതാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് വാ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് വരുമ്പോൾ സി ഗ്രേറ്റർ ദാൻ ബി എന്നുണ്ട്, ഉണ്ടോ? സി ഗ്രേറ്റർ ദാൻ ബി. അപ്പൊ അതാണ്ട് ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാം, സി ഗ്രേറ്റർ ദാൻ ബി. ഓക്കെ, മതിയല്ലോ. ഇനി കോമൺ സിമ്പിൾ നോക്കൂ, ത്രൂ ഔട്ട് ഉള്ള കോമൺ സിമ്പിൾ ഏതാ? ഗ്രേറ്റർ ദാൻ. സോ ഇറ്റ് ഇസ് ജി ഗ്രേറ്റർ ദാൻ ബി. പക്ഷെ കണ്ടോ, അവർ ചോദിച്ചിരിക്കുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാണ്, വിച്ച് ഇസ് റോങ്. രണ്ടും രണ്ടാണ്, നമുക്ക് ഗ്രേറ്റർ ദാൻ എന്ന് മാത്രമേ കിട്ടിയുള്ളൂ. പക്ഷെ കൺക്ലൂഷൻ സേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അത് കിട്ടിയില്ല. സോ 11-1 ആണ്. 12th question, first conclusion is between B and A. B is in the first statement, A is in the second statement, common letter S. ഇത് കിട്ടാൻ പോകുന്നില്ല. കാര്യം എന്താ? ബി ആദ്യമേ എസ് വരെ കണക്ട് ചെയ്യിപ്പിച്ച് കൊണ്ടുവരണ്ടേ അല്ലേ? അപ്പൊ അതാണ്ട് ബി ഗ്രേറ്റർ ദാൻ ജി കഴിയുമ്പോൾ തന്നെ ലെസ് ദാൻ കിടക്കുക അല്ലേ? പിന്നെ എങ്ങനെ കണക്ട് ചെയ്യിപ്പിക്കാനാണ്? കണക്ട് ചെയ്യിപ്പിക്കാൻ പറ്റൂല. സോ ദിസ് ഇസ് റോങ്. അത് കഴിഞ്ഞ് എസും എമ്മും, ഇത് ക്വസ്റ്റ്യൻ നമ്പർ 12. എസും എമ്മും അത് കണ്ട് കണക്ട് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇവിടെ തന്നെ എളുപ്പമുണ്ട് അല്ലെ? എഴുതേണ്ട കാര്യം ഒന്നും തോന്നില്ല. എസ് greater than F greater than M, so it is S greater than M, correct. So only 2 follows, so 12-2-1. okay, inequality കഴിഞ്ഞു. അടുത്ത നമുക്കൊരു പസിൽ ആണ്, ഇത് ശ്രദ്ധിച്ചു കേൾക്കണം. an uncertain number of persons sitting in a linear row, അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, an uncertain number of persons, അതായത് എത്ര പേര് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ഓക്കെ, we are not sure. എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഇനി ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത് 4 persons sit between A and B. ഓക്കെ, പക്ഷെ എ ബി ആണോ ബി ആണോ എന്നൊക്കെ ഡൗട്ട് വരും അല്ലെ? എന്തെങ്കിലും കൃത്യത ഉള്ളിടത്തും തുടങ്ങാം. അടുത്ത കണ്ടീഷൻ C sits 4 to the right of B, അത് തരക്കേടില്ല. അപ്പൊ നമുക്ക് അത് വെച്ച് തുടങ്ങാം. എവിടെയെങ്കിലും ബി മാർക്ക് ചെയ്യുക. സേ ബി ഇവിടെ വന്നിരിക്കട്ടെ. ഓക്കെ, C sits 4 to the right of B. ബിയുടെ റൈറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം അല്ലെ? 1 2 3 4. സി കറക്റ്റ് അല്ലേ? റൈറ്റ് ലെഫ്റ്റ് ഒന്ന് മാറിപ്പോലെ. സി സിറ്റ്സ് 4 to the right of B. ബിയുടെ റൈറ്റ് ഇങ്ങോട്ടാണ്. 1 2 3 4, ഫോർത്ത് റൈറ്റ് സി മാർക്ക് ചെയ്യും. ഓക്കെ, ഇനി ഇപ്പോഴും മറ്റേ കണ്ടീഷൻ മാർക്ക് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ. 4 persons in between A and B. കാര്യം അത് വലത്തോട്ടാണോ ഇടത്തോട്ടാണോ എന്നൊരു ഡൗട്ട് വരും. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു അവസരത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യം ഒരു ലൈനും കൂടെ വരയ്ക്കുക എന്നുള്ളതാണേ. ഞാൻ വരച്ചിട്ടില്ലായിരുന്നു, ഞാനങ്ങ് വരയ്ക്കാൻ പോവാണേ. ചരിഞ്ഞും മറിഞ്ഞും ഒക്കെ പോയെന്നിരിക്കും, അതങ്ങ് സഹിച്ചോണം കേട്ടോ. മറ്റത് ഞാൻ നേരെ അങ്ങ് വരച്ചിട്ടായിരുന്നു. ഇച്ചിരി ഗ്ലാമർ കുറവായിരിക്കും. വേണ്ടിയില്ല, കുഴപ്പമില്ല. അപ്പൊ അതാണ്ട് ഇതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് തന്നെ ഉണ്ടാക്കാം. ബി എന്നിട്ട് 1 2 3 4 സി. ഓക്കെ, ഇനി നമ്മളുടെ മറ്റേ കണ്ടീഷൻ ആയിരുന്നു 4 persons in between A and B. നമ്മളൊരു പോസിബിലിറ്റി എടുത്തങ്ങ് നോക്കാൻ പോവാം. അതിന് ഞാൻ 2 ലൈൻ വരച്ചിട്ടേ. 4 persons in between A and B എന്ന് പറയുമ്പോൾ ഒരു ലൈനിൽ ബിയുടെ വലത്തോട്ടും ഒരു ലൈനിൽ ബിയുടെ ഇടത്തോട്ടും നമുക്ക് ഏതും മാർക്ക് ചെയ്യാം. ഓക്കെ, സോ ഈ ഫിഗറിൽ ഞാൻ ബിയുടെ വലത്തോട്ട് മാർക്ക് ചെയ്യാൻ പോകുന്നു. 4 persons. ബി കഴിഞ്ഞ് 4 persons പറയുമ്പോൾ 1 2 3 4. അപ്പൊ താണ്ട് എ ഇവിടെ വരും. ഓക്കെ, ഇനി ഇടത്തോട്ടാണോ എന്ന് എനിക്കൊരു ഡൗട്ട്. അപ്പം 1 2 3 4 കഴിഞ്ഞിട്ട് വേണം എ മാർക്ക് ചെയ്യാൻ, തെറ്റിപ്പോയത്. ഓക്കെ, അപ്പം കറക്റ്റ് ആണോ നോക്കിയേക്കണം. 4 persons ഇടയ്ക്ക്, ഇവിടെ ബിയുടെ ഇടയ്ക്ക് 4 persons. ഓക്കെ, നെക്സ്റ്റ് ലൈൻ എന്താ? തേർഡ് ലൈൻ. ഡി സിറ്റ്സ് 3rd to the right of A. അപ്പൊ ഈ ഫിഗറിലാണെങ്കിൽ റൈറ്റ് ഇങ്ങോട്ട്, ഡി സിറ്റ്സ് 3rd to the right of A എന്ന് പറയുമ്പോൾ എ കഴിഞ്ഞ് 1 2 3 ഡി ഇവിടെ. ഇവിടെ ആണെങ്കിലോ ഇതുണ്ട് ഇവിടെ വരും. ഓക്കെ, ഇതുവരെ തിരക്കേടില്ല. അടുത്ത ലൈൻ ഇ സിറ്റ്സ് 5th to the right of F. ഈ എഫും വന്നില്ലല്ലോ. അടുത്ത ലൈൻ ഇ സിറ്റ്സ് ഇമീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ജി. ജി ഹു സിറ്റ്സ് 3rd from one of the extreme end. ബുദ്ധിമുട്ട. അടുത്ത ലൈൻ ബി സിറ്റ്സ് 6th to the right of H. അത് മാർക്ക് ചെയ്യാം, കാര്യം ബി ഇവിടെ ഉണ്ട് അല്ലെ? 6th to the right of H എന്ന് പറയുമ്പോൾ എച്ചിന് താണ്ട് ഇവിടെ എവിടെയെങ്കിലും മാർക്ക് ചെയ്താൽ റൈറ്റ് ഇങ്ങോട്ടാണേ. 1 2 3 4 5 6th. ഓക്കെ, ഇവിടെയും അതേപോലെ ഹെച്ചിന് ഇവിടെ എവിടെയെങ്കിലും മാർക്ക് ചെയ്തിട്ടാൽ 1 2 3 4 5 6 ഇങ്ങനെ വരും അല്ലെ? 1 2 3 4 5 6. ഓക്കെ, കുഴപ്പമില്ല.
ഇനി എന്താ, എന്നിട്ട് അതിന്റെ കൂടുതൽ പറയുന്നുണ്ട്, ബി സിറ്റ്സ് 6 to the right of H, H who is not a neighbor of A. H യുടെ നെയ്ബർ ആവരുത്. അപ്പൊ ഈ ഫിഗർ വെട്ടിക്കളയണ്ടേ? കാര്യം ഈ ഫിഗറിൽ കണ്ടോ, നമ്മൾ മാർക്ക് ചെയ്ത അനുസരിച്ചാണെങ്കിൽ H മെയിൻ നെയ്ബർ ആയി പോകും. അവിടുന്ന് നമുക്ക് മനസ്സിലായി ഈ ഒരു സാധ്യത തെറ്റാണ്, വെട്ടിയും കളഞ്ഞേക്ക്. സോ നമ്മൾ ഇത് വെച്ച് പ്രൊസീഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഫസ്റ്റ് ലൈനിൽ ഡൗട്ട് വന്നു, 4 persons സിറ്റ് ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് പറയുമ്പോൾ ബിയുടെ വലത്തോട്ടാണോ ഇടത്തോട്ടായിരുന്നു. ഈ കണ്ടീഷൻ വന്നപ്പോൾ കണ്ട അതങ്ങ് ക്ലിയർ ആയി. ഇങ്ങനെ തന്നെയാണ് ശരിയെന്ന് മനസ്സിലായി. അപ്പൊ ഇത് വെച്ച് ഇനി പ്രൊസീഡ് ചെയ്താൽ മതി ബാക്കി കണ്ടീഷൻസ്. ഓക്കെ, ഇനി അടുത്ത ലൈൻ എന്താ, ആസ് മെനി പേഴ്സൺസ് സിറ്റ് ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആസ് ബിറ്റ്വീൻ എഫ് ആൻഡ് ഡി. ഈ ലൈൻ മിക്കവാറും പസിൽസിൽ കാണാം. ആൻഡ് മിക്കവാറും ഉള്ളവർക്ക് ഇതിന്റെ മീനിങ് ഒരു കൺഫ്യൂഷൻ ആണ്. മനസ്സിലാക്കി വെക്കുക. ആസ് മെനി പേഴ്സൺസ് സിറ്റ് ബിറ്റ്വീൻ സി ആൻഡ് എഫ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സിനും എഫിനും ഇടയിൽ എത്ര പേരുണ്ടോ അത്രയും പേര് തന്നെ സിറ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് ഡി. അതാണ് ഈ ലൈനിന്റെ അർത്ഥം. ഇത്തരത്തിലുള്ള ലൈനിന്റെ ഗ്രാമറ്റിക്കൽ മീനിങ് അതാണ്. ആസ് മെനി പേഴ്സൺസ് സിറ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് സി ആൻഡ് എഫ് ആസ് ബിറ്റ്വീൻ എഫ് ആൻഡ് ഡി എന്ന് പറഞ്ഞാൽ സിനും എഫിനും ഇടയിൽ എത്ര പേരുണ്ടോ അത്രയും പേര് തന്നെ എഫിനും ഡിനും ഇടയിൽ വരും. സിനും എഫിനും ഇടയ്ക്ക് ഒരാളാണ്, എഫിനും ഡിയുടെ ഇടയ്ക്ക് ഒരാൾ. സിനും എഫിനും ഇടയ്ക്ക് 5 പേരാണെങ്കിൽ എഫിനും ഡിനും ഇടയ്ക്ക് 5 പേര്. അതാണ് ഈ ലൈനിന്റെ അർത്ഥം. ഓക്കെ, പക്ഷെ ഇപ്പം പറ്റത്തില്ല, അവിടെ ഇരിക്കട്ടെ. അടുത്ത ലൈൻ, ഹെഡ് സിറ്റ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ഐ. അത് മാർക്ക് ചെയ്യാം. ഹെഡ്സ് ദാണ്ട് ഐ ഇവിടെ വരണം അല്ലെ. ഹെഡ് സിറ്റ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ഐ. ഐ ഹൂ സിറ്റ്സ് ഫോർത്ത് ഫ്രം ദി എക്സ്ട്രീം എൻഡ്. അപ്പൊ ഈ എക്സ്ട്രീം എൻഡ് ആയിരിക്കണം അല്ലെ. ദാറ്റ് മീൻസ് ഈ എൻഡിന്ന് ഇവിടെ ഒരാളെയും കൂടി ഇട്ടാല് എക്സ്ട്രീം എൻഡിന്ന് 1 2 3 4. സോ ഈ ലൈനിന്റെ അറ്റം താണ്ടി ഇതാണെന്ന് മനസ്സിലായി. കണ്ടോ, ഈ ലൈനിന്റെ അർത്ഥം ഇതാണ് എന്ന് നമുക്ക് അവിടുന്ന് മനസ്സിലായി. അതിന്റെ ആ സൈഡിന് ഇടത്തെ അറ്റം കിട്ടി. ഇനി വലത്തെ അറ്റം കിട്ടിയിട്ടില്ല, കാര്യം എത്ര പേരെന്ന് അവർ പറഞ്ഞില്ലായിരുന്നല്ലോ. ഇപ്പൊ നമുക്ക് അറ്റം കിട്ടി. കാര്യം ഐ സിറ്റ്സ് ഫോർത്ത് ഫ്രം ദി എക്സ്ട്രീം എൻഡ് എന്ന് പറയണമെങ്കിൽ ഇതാണ് അറ്റം. 1 2 3 4 ആയില്ലേ. ഇനി അടുത്ത് ജി സിറ്റ്സ് ഫോർത്ത് ടു ദ റൈറ്റ് ഓഫ് ഡി. അത് മാർക്ക് ചെയ്യാം. ഡി ഇവിടെ കിടപ്പുണ്ട്. ഡിയുടെ റൈറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണ്. 1 2 3 4 ജി. കറക്റ്റ് അല്ലേ? 1 2 3 4. യെസ്. ഇനി നമുക്ക് കുറച്ച് ഗ്യാപ്പും കൂടെ ഒക്കെ ഫില്ല് ചെയ്യാനുണ്ട്. മുകളിൽ നമുക്കൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, ഇ സിറ്റ്സ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ജി. അതിപ്പോ എഴുതാം. E sits immediate left of G. ഇവിടെ അതിന്റെ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, E sits immediate left of G. G who sits third from one of the extreme end. G extreme end in the third ആന്ന് പറയുമ്പോ ഇവിടെ 1 2 3. സോ ഇതിന്റെ അറ്റവും നമുക്ക് കിട്ടി, ഇതായിരിക്കും. ഓക്കെ, അപ്പൊ അറ്റങ്ങളൊക്കെ കിട്ടി അല്ലെ. 2 അറ്റവും കിട്ടി. ഇവിടുത്തെ അറ്റം ഇതുമാണ്, ഇവിടുത്തെ അറ്റവും നമ്മൾ അറ്റം പിടിച്ചു വെച്ചിരിക്കുക. ഇതാണ് അറ്റം. ഫിനിഷ്ഡ്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ അറ്റം. ഓക്കെ, ലൈൻ സെറ്റായി. എത്ര പേരുണ്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു എഫിനെ ഒക്കെ ഫില്ല് ചെയ്യാനുണ്ട്. അതിന് നമുക്കൊരു ലൈൻ ഉണ്ടായിരുന്നു, ഇ സിറ്റ്സ് ഫിഫ്ത്ത് ടു ദ റൈറ്റ് ഓഫ് എഫ് എന്ന്. ഈ കിട്ടിയ സ്ഥിതിക്ക് എഫിനെ മാർക്ക് ചെയ്യാം. ഇ സിറ്റ്സ് ഫിഫ്ത്ത് ടു ദ റൈറ്റ് ഓഫ് എഫ് എന്ന് പറയുമ്പോൾ ഇവിടാണ് എഫ് വരേണ്ടത്. നോക്കാം. 1 2 3. അതെ, എഫിനെ താണ്ടേ ഈ എയുടെ ഇപ്പുറത്ത് ഇവിടെ ഇട്ടാല് 1 2 3 4 5 കറക്റ്റ് ആയിക്കോളും അല്ലെ. എല്ലാ ലെറ്റേഴ്സും ആയോ നമുക്കൊന്ന് ഉറപ്പ് വരുത്താം. എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ വരെ ആയിട്ടുണ്ട്. ഐ വരല്ലേ ഈ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുള്ളായിരുന്നു. ജെയിനെ ഗെയിനെ കുറിച്ചൊന്നും ആരും ഒന്നും പറഞ്ഞിട്ടില്ല അല്ലെ. സോ കംപ്ലീറ്റ്. കുറെ പ്ലേസസ് ഒക്കെ ഒക്യുപ്പൈഡ് അല്ല, അത് നമുക്ക് അറിഞ്ഞൂടാ. പോട്ടെ. അങ്ങനെ മൊത്തം എത്ര പേരുണ്ട് ഈ ലൈനിൽ നോക്കിക്കുക. മെമ്പേഴ്സ് തന്നെ നോക്ക്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 പേരുണ്ട്. ക്വസ്റ്റ്യൻസ് നോക്കാം. Who among the following sits 6th to the right of B? B യുടെ റൈറ്റിലോട്ട് 6th എണ്ണി നോക്കിക്കേ. 1 2 3 4 5 6. F അല്ലേ. So it is option 2 13 2. 13 2 അല്ല 1. F first option 13 1. 14th question, how many persons are in the row? നമ്മളിപ്പോ എണ്ണിയിലായിരുന്നു. എത്ര 22 അല്ലെ. അതാണ് 4th option 14 4. ഇനി how many persons sit between A and F? എണ്ണി നോക്കട്ടെ. Between A and F ആരും ഇല്ലല്ലോ അല്ലെ. None. ആരും ഇല്ലെങ്കിൽ നൺ. സോ 15 5. ഓക്കെ, 3 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷെ ആക്ച്വലി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ വരേണ്ടതാണ് കേട്ടോ. ഈ 3 ചോദ്യം ചോദിക്കുന്നത് തീരെ എന്താ പറയാ ന്യായമുള്ളൊരു കാര്യമല്ല. ബിക്കോസ് ഇത് ഇച്ചിരി ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പസിലുമാണ്. ഇത്രയും മെനക്കെട്ട് ഇത് ചെയ്ത് 3 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണെങ്കിൽ അത് അത്ര വർത്ത് അല്ല. ഓക്കെ, സോ യഥാർത്ഥ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിനെ ഫോളോ ചെയ്ത് 5 ചോദ്യമെങ്കിലും ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് വർത്ത് സ്പെൻഡിങ് ടൈം. അല്ലെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ചൊക്കെ വേണം ഇതിനൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ. കാര്യം അൺസർട്ടൺ നമ്പർ ഓഫ് പേഴ്സൺസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇച്ചിരി ടൈം കൺസ്യൂം ചെയ്യുന്നു. അപ്പൊ തന്നെ നോക്കണം എത്ര ചോദ്യം ഉണ്ട് ഇതിന്റെ എന്ന് നോക്കിയിട്ടൊക്കെ വേണം ചെയ്യാൻ ബുദ്ധിപൂർവ്വം കേട്ടോ. അപ്പോൾ മനസ്സിലായല്ലോ, ക്വസ്റ്റൻ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്തൊരു ഡയറക്ഷന്റെ ക്വസ്റ്റൻ ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതേപോലെ തന്നെ എപ്പോഴും ശ്രദ്ധിച്ചോണം, ഈ ഫിഗർ എല്ലാം റഫ് പേപ്പറിലായിരിക്കും. പസിലിന്റെ ആണെങ്കിലും ഡയറക്ഷന്റെ ആണെങ്കിലും
ബ്ലഡ് റിലേഷന്റെ വാട്ട് എവർ ഇറ്റ് ഇസ്, ഇതെല്ലാം ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ഇൻ യുവർ റഫ് പേപ്പർ. റഫ് പേപ്പർ ആരും കാണാനോ വാല്യൂറ്റ് ചെയ്യാനോ പോകുന്നില്ല. ഈ വരച്ച ഫിഗർ വെച്ച് കൃത്യമായി ചോദ്യങ്ങൾ വായിച്ച് ആൻസർ ചെയ്യണം. അതിലാണ് കാര്യം കേട്ടോ. ഈ പറഞ്ഞ റൈറ്റും ലെഫ്റ്റും ഒക്കെ എവിടാണ്, റൈറ്റും ലെഫ്റ്റും മാറിപ്പോയാൽ ഈ കഷ്ടപ്പെട്ട് ഈ ലൈനൊക്കെ വായിച്ചതൊക്കെ വരച്ചതൊക്കെ വെറുതെ ആയി പോകും. അത് ഓർത്തോണം. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം, അല്ലെങ്കിൽ പോയി. അതുപോലെ തന്നെ ഓരോന്നും കഴിഞ്ഞാൽ സേവ് ആൻഡ് നെക്സ്റ്റിലേക്ക് ക്ലിക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഈ ചെയ്ത പ്രവൃത്തിയെല്ലാം വെറുതെ ആയി പോയി. ഓക്കെ, ഡയറക്ഷൻ ചെയ്യാം. മാൻ സ്റ്റാർട്ട്സ് വാക്കിംഗ് ഫ്രം പോയിന്റ് കെ. ഓക്കെ, സേ ഇതാണ് കെ എന്നിരിക്കട്ടെ. ഓക്കെ, ഹി വാക്സ് 12 മീറ്റർ ഇൻ ദ ഈസ്റ്റ് ഡയറക്ഷൻ. ഈസ്റ്റ് നമുക്ക് ഇപ്പുറത്തോട്ട് വരയ്ക്കാം. ഇത് മൊത്തത്തിൽ വളഞ്ഞു പോയെന്നിരിക്കും. വളവ് എല്ലാവരും ഒന്ന് സഹിച്ചോണം കേട്ടോ. 12 മീറ്റർ ഈസ്റ്റ് ആൻഡ് റീച്ച്ഡ് അറ്റ് പോയിന്റ് എൽ. സോ ഈ എത്തിയ പോയിന്റ് ആണ് എൽ. ആഫ്റ്റർ ദാറ്റ് ഹി ടേക്സ് ലെഫ്റ്റ് ടേൺ. ലെഫ്റ്റ് റൈറ്റ് മാറി പോലെ ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ലെഫ്റ്റ് മുകളിലോട്ട്. വാക്സ് 5 മീറ്റർ ആൻഡ് റീച്ചസ് പോയിന്റ് പി. അപ്പൊ മാർക്ക് ചെയ്തോണം. ഫ്രം പോയിന്റ് പി ഹി ടേക്സ് റൈറ്റ് ടേൺ. ഇനി റൈറ്റ് എങ്ങോട്ടാ? ഇങ്ങോട്ട് അല്ലെ. ആൻഡ് വാക്സ് 10 മീറ്റർ റീച്ചസ് പോയിന്റ് ക്യൂ. ഇനി പോയിന്റ് ക്യൂ. ഓക്കെ, ഇനി എന്താണ്? അഗെയിൻ ടേക്സ് റൈറ്റ് ടേൺ. ഇങ്ങോട്ട് നടക്കുമ്പോൾ ഇനി റൈറ്റ് വിടാം, താഴോട്ട്. 13 മീറ്റർ ആണ്, ശ്രദ്ധിക്കണം. താഴോട്ട് താണ്ടി എല്ലിന്റെ ലെവൽ വരെ എത്തുമ്പോൾ 5 ആണേ. 13 വരണമെങ്കിൽ പിന്നെ എത്ര കൂടെ വരയ്ക്കണം? 8 അല്ലേ? യെസ്, 9, 10, 11, 12, 13. പിന്നെ ഒരു 8 കൂടെ നീട്ടണം അല്ലേ? 8 കൂടെ നീട്ടുമ്പോൾ അതാണ്ട് ഇവിടെ എത്തും. 8 + 5 13 ആണല്ലോ. 9, 10, 11, 12, 13. അതെ. എന്നിട്ട് ഇവിടെ എത്തുന്നത് പോയിന്റ് എ. ഓക്കെ, ഫൈനലി ഹി ടേക്സ് റൈറ്റ് ടേൺ ആൻഡ് വാക്സ് 12 മീറ്റർ. ഇതിപ്പോ താഴോട്ടാണ് നടന്നത്. അപ്പൊ ഇനി റൈറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് എത്ര? 12. അതും ശ്രദ്ധിക്കണം. നമ്മൾ വരച്ച് ഈ എല്ലിന്റെ ലെവൽ വരെത്തുമ്പോൾ എത്ര ആവും? 10 ആണ് ആവുന്നത്. അണ്ടി മുകളിൽ എഴുതിയിരിക്കുന്നുണ്ടാവും. നമുക്ക് എത്ര വേണം? 12. അപ്പൊ ഇങ്ങോട്ട് ഇനി ഒരു 2 കൂടെ പോയാൽ മതി. ഓക്കെ, ആ എത്തുന്ന പോയിന്റ് ആണ് ബി. സോ ഈ ലെവൽ ദാണ്ട് ഇവിടെയും വേറെയും 2 ആയിരിക്കും എന്ന് ഓർക്കണം. ഈ ബാക്കി ഡിസ്റ്റൻസ് 10 ആയിരിക്കും എന്ന് ഓർക്കണം. കാര്യം ഇത് മൊത്തം 12 ആണ്. ഓക്കെ, അപ്പൊ ഫിഗർ ഏകദേശം നമ്മൾ ഒപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റൻസിലേക്ക് എടുക്കാം. വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് പോയിന്റ് പി വിത്ത് റെസ്പെക്ട് ടു ബി? ഈ ചോദ്യം തെറ്റിപ്പോരുന്നത് മിക്കവാറുള്ളവർക്ക് തെറ്റിപ്പോകുന്നതാണ്. ഗ്രാമറ്റിക്കൽ മീനിങ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് പി വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറഞ്ഞാൽ എപ്പോഴും വിത്ത് റെസ്പെക്ട് ടു അല്ലെങ്കിൽ വിത്ത് റെഫറൻസ് ടു എന്ന് പറയുന്നിടത്തുനിന്ന് വേണം മറ്റേ പോയിന്റിലോട്ട് നോക്കാൻ. തല തിരിഞ്ഞു പോകരുത്. വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറഞ്ഞാൽ ബിയിൽ നിന്ന് നോക്കണം. ബിയിൽ നിന്ന് എങ്ങോട്ട് നോക്കണം? പിയിലോട്ട് നോക്കണം. അതാണ്ട് ബിയിൽ നിന്ന് പിയിലോട്ട് നോക്കിക്കേ. ചരിവ് ഇങ്ങോട്ടല്ലേ? ബിയിൽ നിന്ന് നോക്കുമ്പോ മുകളിലോട്ടാണ്. സോ ഇറ്റ് ഇസ് നോർത്ത് അല്ലെ. പക്ഷെ ചരിവ് എങ്ങോട്ടാ? നോർത്ത് പുറത്തോട്ട്, ഈസ്റ്റിലോട്ട്. സോ ഇറ്റ് ഇസ് നോർത്ത് ഈസ്റ്റ്. നോർത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഓപ്ഷൻ 16:2. ഓക്കെ, ഞാനിവിടെ ആൻസർ കീ ഒക്കെ വെച്ചിട്ടുണ്ട്, നമുക്കൊന്ന് ഉറപ്പിക്കണമല്ലോ. ഓക്കെ, 16:2 കറക്റ്റ്. ഇനി 17th ക്വസ്റ്റ്യൻ അവർ എന്താണ് കൂടെ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണത്? ഇഫ് എ പേഴ്സൺ വാക്സ് 8 മീറ്റർ ടുവേർഡ്സ് സൗത്ത് ഫ്രം പോയിന്റ് കെ. ഓക്കെ, ഈ വരച്ച ഫിഗറിൽ ഒരു അറ്റാച്ച്മെന്റും കൂടി ചെയ്യണം. 8 മീറ്റർ ടുവേർഡ്സ് സൗത്ത് ഫ്രം പോയിന്റ് കെ. നമ്മുടെ കെ എന്ത് ചെയ്താണ് കിടക്കും. ഈ കെയിൽ നിന്ന് സൗത്തിലോട്ട് 8 മീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ 8 കിടപ്പുണ്ടേ. അപ്പൊ എയുടെയും ബിയുടെയും ഒക്കെ ലെവൽ വരെ അങ്ങ് എത്തിച്ച് മതി. അത്രയേ ഉള്ളൂ 8 എന്ന് പറയുന്നത്. ആണ്ടേ ഇത് 8. ഓക്കെ, 8 മീറ്റർ ഫ്രം പോയിന്റ് കെ. ആൻഡ് ഹി ടേക്സ് എ ലെഫ്റ്റ് ടേൺ ആൻഡ് വാക്സ് ഫോർ അനദർ 10 മീറ്റർ. അവിടെ നിന്ന് ലെഫ്റ്റ് തിരിയണം. ഇവിടുന്ന് താഴോട്ട് നടക്കുമ്പോൾ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് 10 എന്ന് പറയുമ്പോൾ താണ്ട് ഇത് തന്നെ. അതായത് ഈ ബിയിലോട്ട് എത്തിച്ചേരും എന്നാണ് ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. അങ്ങനെ നടന്നാൽ ഈ ബിയിലേക്ക് എത്തിച്ചേരും ഉറപ്പാണ്. എന്നിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് പോയിന്റ് വുഡ് യു റീച്ച്? അതല്ലേ നമ്മളിപ്പോൾ കണ്ടെത്തിയത്. ബിയിൽ എത്തിച്ചേരും അല്ലെ. ദാറ്റ് ഇസ് ദ തേർഡ് ഓപ്ഷൻ. സോ 17:3. ഇനി 18th ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൽ ആൻഡ് ക്യൂ? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൽ ആൻഡ് ക്യൂ എന്ന് പറയുമ്പോൾ താണ്ട് ഈ സാധനമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കണം താണ്ട് ഇവിടെ ഒരു 90 ഡിഗ്രി. പണ്ട് മാത്സിൽ പഠിച്ചിട്ടില്ലേ പൈത്തഗോറസ് തിയറം അല്ലെ. താണ്ടെ 90 ഡിഗ്രി ട്രയാങ്കിൾ. ഓക്കെ, ഇതാണ് അപ്പൊ അതിന്റെ ചെരിഞ്ഞ ഭാഗം എന്ത്? ഹൈപ്പോട്ന്യൂസ് അല്ലെ. അതാണ് കണ്ടെത്താൻ പറയുന്നത്. ഇവിടെ ഇച്ചിരി സ്ഥലം ഉണ്ടോ? ഇങ്ങോട്ട് എഴുതുന്നേ. എൽ ക്യൂ ആണ് കണ്ടെത്താൻ പറയുന്നത്. ഹൈപ്പോട്ന്യൂസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഒരു സൈഡ് സ്ക്വയർ പ്ലസ് മറ്റേ സൈഡ് സ്ക്വയർ. ഒരു സൈഡ് എന്ന് പറയുന്നത് പി ക്യൂ, ദാറ്റ് ഇസ് 10. 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 അല്ലേ. പ്ലസ് മറ്റേ സൈഡ് എന്ന് പറഞ്ഞാൽ പി എൽ, ദാറ്റ് ഇസ് 5. 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25. ഓക്കെ, സോ ദാറ്റ് ഇസ് റൂട്ട് ഓഫ് 125. റൂട്ട് കണ്ടുപിടിക്കാനൊക്കെ അറിയാമോ? റൂട്ട് ഞാൻ ഇവിടെ ഒരു സ്ഥലം കാണുന്നു. സോ അവിടെ കണ്ടുപിടിക്കുന്നു. 5 2s are 10, 25, 5 5s are. So it is 5√5. Okay, so the answer is 5√5. 5√5 എന്ന് പറയുമ്പോൾ ഏത് ഓപ്ഷനാ?
5 in the fourth option. So 18-4. 19th question, if a person walks 22 meter towards west from point Q, വീണ്ടും അറ്റാച്ച്മെന്റ് ചെയ്യണം. ക്യൂവിൽ നിന്ന് വെസ്റ്റിലോട്ട് മാറിപ്പോലെ വെസ്റ്റിലോട്ട് 22 മീറ്റർ. ക്യൂ നടക്കുന്നു. ക്യൂവിൽ നിന്ന് വെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണ്. 22 എന്ന് പറയുമ്പോൾ 10 വരെ എത്തിയപ്പോൾ പിയിലെത്തി. ഇനി ഒരു 12 കൂടെ, അതായത് ഈ സാധനം തന്നെ ഈ ഡിസ്റ്റൻസ്, അതായത് ഈ കെയുടെ ലെവൽ വരെ എത്തിക്കാനാണ് ഇവർ പറയുന്നത് അല്ലെ. ദാണ്ട് ഇവിടെ വരെ എത്തിക്കുമ്പോൾ 22 ആവും. ക്യൂവിൽ നിന്ന് ദാണ്ട് ഈ പിയിലൂടെ കടന്ന് ദാണ്ട് ഈ ക്യൂവിൽ നിന്ന് പിയിലൂടെ കടന്ന് ദാണ്ട് ഈ ലെവൽ വരെ എത്തുമ്പോൾ അത് മൊത്തം 22 ആയിരിക്കും. ഇനി ചോദ്യം എന്തുവാ? അവിടെ മാത്രമല്ല, നോക്കട്ടെ, ഇത് 12 ആണല്ലോ. അതെ, ചോദ്യം എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് പോയിന്റ്സ് വുഡ് ഈ ക്രോസ്? ഇപ്പൊ ക്രോസ് ചെയ്തത് ഏത് പോയിന്റ് ആയിരുന്നു? പി അല്ലായിരുന്നോ? പി ആണ് ക്രോസ് ചെയ്തത്. ക്യൂവിൽ നിന്ന് പിനെ മറികടന്നാണ് ഇങ്ങോട്ട് പോയത് അല്ലെ. അപ്പൊ ഏത് പോയിന്റ് ക്രോസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പി ആണ്. എന്നിട്ട് അതിന്റെ കൂടെ ഒരു ചോദ്യം കൂടെ ഉണ്ടായിരുന്നേ, ഹൗ ഫാർ വിൽ ഹി ഫ്രം പോയിന്റ് കെ? അതായത് ദാണ്ട് ഈ ഡിസ്റ്റൻസ് ആണ് ചോദ്യം. ഓക്കെ, ആ ഡിസ്റ്റൻസ് ദാണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ദാറ്റ് ഇസ് 5. സോ 5p ആണ് ഉത്തരം. പിയും 5 മീറ്ററും പിയും 5 മീറ്ററും കൂടെ ഒരുമിച്ച് വരുന്നതാണ് സെക്കൻഡ് ഓപ്ഷൻ. സോ 19-2. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം റൈറ്റും ലെഫ്റ്റും ഈസ്റ്റും വെസ്റ്റും ഒന്നും മാറിപ്പോരുത്. എവിടെയെങ്കിലും ഒരിടത്ത് മാറിപ്പോയാൽ മതി, പോയി. ഡിസ്റ്റൻസുകളും ഇപ്പൊ നമ്മൾ ഈ ഫിഗറിൽ എഴുതിയതുപോലെ അപ്പൊ അവിടെ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചോണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ പ്രിയപ്പെട്ട സിലോജിസം വന്നിരിക്കുന്നു. സിലോജിസത്തിൽ എപ്പോഴും നമ്മളൊന്ന് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേക്കണം. കാര്യം ചില സമയത്ത് അവരുടെ ചോദ്യം വിച്ച് ഓഫ് ദ കൺക്ലൂഷൻ ഡു നോട്ട് ഫോളോ എന്നായിരിക്കും ചിലപ്പോൾ നമ്മൾ പറ്റിക്കാനിട്ടിരിക്കുന്നത്. അപ്പൊ നമ്മളൊരു 90% എങ്കിലും നമ്മൾ കണ്ടുവരുന്നത് വിച്ച് ഓഫ് ദ കൺക്ലൂഷൻ ഫോളോസ് എന്നായിരിക്കും. പക്ഷെ ചില സാഹചര്യങ്ങളിൽ ഡു നോട്ട് ഫോളോ ആയിരിക്കും ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ചോദ്യം ഒന്ന് നോക്കിയേക്കണം, ഫോളോസ് തന്നെയാണെന്നോ. അപ്പൊ ഇവിടെ ഫോളോസ് തന്നെയാണ്, വിച്ച് ഓഫ് ദ ലോജിക്കലി ഫോളോസ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ 20th ക്വസ്റ്റ്യൻ നോക്കുക. ഒരു സം സ്റ്റേറ്റ്മെന്റ് ഒരു നോ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഗുഡ്. ആൻഡ് ദ ഫസ്റ്റ് കൺക്ലൂഷൻ ഇസ് സം ടൈഗർ ബീങ് ലയൺ ഇസ് എ പോസിബിലിറ്റി. ഇതൊക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഇത് അറിയാം എന്നുള്ള അസംഷനില്ല. അതാ ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. ഇവിടെ നമ്മൾ പഠിപ്പിക്കലില്ല. ദിസ് ഇസ് അബൌട്ട് ഡിസ്കഷൻ. ടീച്ചിങ് ഇസ് ഡിഫറെന്റ്, ഡിസ്കഷൻ ഇസ് ഡിഫറെന്റ്. അതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ എക്സ്പ്ലനേഷൻ വരാത്തത്. ഇത് എല്ലാവർക്കും എല്ലാം അറിയാവുന്നതാണ് മോക്ക് എക്സാം ചെയ്യുന്നു എന്നുള്ളൊരു അസംഷൻ ചെയ്യുന്നതുകൊണ്ടാണ് കൂടുതൽ എക്സ്പ്ലനേഷൻ ഇതിൽ ചെയ്യാത്തത്. ഇപ്പൊ സം ടൈഗർ ബീങ് ലയൺ ഇസ് എ പോസിബിലിറ്റി. ടൈഗർ ഇസ് ഇൻ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ലയൺ ഇസ് ഇൻ ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അല്ലെ. ഈ ടൈഗറും ലയനും തമ്മിൽ എന്ത് കിട്ടും? ഇത് സമ്മും നോയും അല്ലേ. ഒന്ന് റിവേഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ കാറ്റ് കറക്റ്റ് ആവും. സമ്മും നോയും സം നോട്ട് ആണ്. കമ്പൈൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സം ടൈഗർ ആർ നോട്ട് ലയൺ എന്ന് കിട്ടും അല്ലെ. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ സം ടൈഗർ ആർ നോട്ട് ലയൺ. കൺക്ലൂഷൻ എന്താണ്? സം ടൈഗർ ബീങ് ലയൺ ഇസ് എ പോസിബിലിറ്റി. പറ്റും, പോസിബിലിറ്റി ഉണ്ട്. കാര്യം കുറച്ച് ടൈഗർ അല്ലേ അല്ലാന്ന് കിട്ടിയുള്ളൂ, ബാക്കി കുറച്ച് ടൈഗർ വേണമെങ്കിൽ ആവാം അല്ലെ. സോ ദർ ഇസ് എ പോസിബിലിറ്റി. ഫസ്റ്റ് ഇസ് കറക്റ്റ്. സെക്കൻഡ്, ഓൾ കാറ്റ് ഇസ് ടൈഗർ. അതെന്തായാലും കിട്ടത്തില്ല. ഇതൊരു ഓൾ കിട്ടണമെങ്കിൽ നമുക്കറിയാം 2 ഓൾ സ്റ്റേറ്റ്മെന്റ് വേണം. ഇതൊരു സമ്മോ ഒരു നോയും അല്ലേ. അവിടെ എന്തായാലും ഒരു ഡെഫിനറ്റ് ഓൾ കിട്ടാൻ പോകുന്നില്ല, ഒറ്റയടിക്ക് പറയാൻ പറ്റും. സോ വെരി സിമ്പിൾ. ഫസ്റ്റ് കൺക്ലൂഷൻ ഓൺലി ഫോളോസ്. ആൻസർ കീ കറക്റ്റ് ആയിട്ട് നോക്കിക്കോണം. എപ്പോഴും ഈ 1 ഫോളോസ് ആൻസർ ഓപ്ഷൻ 1 ആവണമെന്നൊന്നുമില്ല കേട്ടോ. തന്നിരിക്കുന്ന ആൻസർ ഓപ്ഷൻ നോക്കണേ. ഇവിടെ ഓൺലി 1 ഫോളോസ് ഫോർത്ത് ഓപ്ഷൻ ആണ്. സാധാരണഗതി 4 either 1 or 2 ഒക്കെ ആയിരിക്കും. എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. ഇതേപോലെ മിക്സ് ചെയ്തൊക്കെ തരും കേട്ടോ. സോ 24 ആണ് ആൻസർ കീ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 21. ഒരു സം ഉണ്ട്. ഒള്ളി എ ഫ്യൂ ഒക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ശ്രദ്ധ കൊടുത്തോണം കേട്ടോ. നമ്മൾ ഒള്ളി എ ഫ്യൂന്റെ ഒക്കെ ക്ലാസ് പ്രത്യേകം ഇട്ടിട്ടുണ്ട് യൂട്യൂബിനകത്ത്. ഒള്ളി എ ഫ്യൂടേതും ഒള്ളിയുടെ ഒക്കെ കിടപ്പുണ്ടോ നോക്കുന്നുണ്ട് തോന്നുന്നു, എന്റെ ഒരു ഓർമ്മ. അപ്പൊ നിങ്ങൾക്ക് അതിലൊക്കെ വലിയ ഡൗട്ട് ഉണ്ടെങ്കിൽ എടുത്ത് നോക്കിക്കോണേ. സോ ഫസ്റ്റ് കൺക്ലൂഷൻ ഇസ് ഓൾ ബ്ലൂ ബീങ് റെഡ് ഇസ് എ പോസിബിലിറ്റി. ബ്ലൂവും റെഡും ഇവിടെ ഉണ്ട്. ബ്ലൂവും റെഡും അല്ലെ. ഒള്ളി എ ഫ്യൂ റെഡ് ഇസ് ബ്ലൂ. റെഡ് ഇസ് ബ്ലൂ അല്ലേ. ബ്ലൂ ബീങ് റെഡ് വേണമെങ്കിൽ ആവാമല്ലോ, പോസിബിലിറ്റി. ബ്ലൂ റെഡ് വേണമെങ്കിൽ ആവാം, അതിന് കുഴപ്പമൊന്നുമില്ല. റെഡും ബ്ലൂ തമ്മിലുള്ളതല്ലേ ഒരു കണ്ടുള്ളൂ. സെക്കൻഡ് കൺക്ലൂഷൻ സം റെഡ് ഇസ് നോട്ട് ബ്ലൂ. സം റെഡ് ഇസ് നോട്ട് ബ്ലൂ കറക്റ്റ് ആണ്. കാര്യം ഒൺലി എ ഫ്യൂ റെഡ് ഇസ് ബ്ലൂ എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് റെഡേ ബ്ലൂ ആവുന്നുള്ളൂ. സോ സം റെഡ് ഇസ് നോട്ട് ബ്ലൂ കറക്റ്റ്. എവിടുന്ന? ഫ്രം ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നമുക്കത് പറയാൻ പറ്റും. കാര്യം സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് only a few red is blue. കുറച്ച് റെഡ് മാത്രമേ ബ്ലൂ ആവുന്നുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കി റെഡ് ബ്ലൂ അല്ലല്ലോ. സം റെഡ് ഇസ് നോട്ട് ബ്ലൂ ഇസ് കറക്റ്റ്. സോ ഇവിടെ ആക്ച്വലി ബോത്ത് ആണ് വരിക. ബോത്ത് എന്ന് പറയുമ്പോൾ കണ്ടത് 21-1. നെക്സ്റ്റ് 22. അഗൈൻ ഇവിടെ only a few ഒക്കെ വരുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ല ഫസ്റ്റ് കൺക്ലൂഷൻ സം ടേബിൾ ആർ നോട്ട് കപ്ബോർഡ് അല്ലെ. സം ടേബിൾ ആർ നോട്ട് കപ്ബോർഡ്. അത്തരത്തിലൊരു സം നോട്ട് നമുക്ക് ഇവിടുന്ന് ഏതെങ്കിലും കോമ്പിനേഷൻ ഒപ്പിക്കാൻ പറ്റുമോ നോക്കണം. ഇത് രണ്ടും കൂടെ ഡയറക്ട്ലി 1ഉം 3ഉം കൂടെ കമ്പൈൻ ചെയ്യാൻ പറ്റത്തില്ല. ദർ ഇസ് നോ കോമൺ വേർഡ്. പിന്നെ നമുക്ക് 1ഉം 2ഉം കൂടെ ഒരു കോമ്പിനേഷൻ പറ്റത്തില്ല. കാര്യം only a few എന്ന് പറയുമ്പോൾ അതിനകത്ത് സം നോട്ടും അല്ലേ ഉള്ളത്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇതിലെ സമ്മും ഇതും കൂടെ കമ്പൈൻ ചെയ്യാന്ന് വെച്ചാലും സം ചെയർ ആർ നോട്ട് കബോർഡ് എന്നല്ലേ കിട്ടുക. ചെയറും കബോർഡും തമ്മിലല്ലല്ലോ ഇവിടെ ചോദ്യം. അപ്പോ സം ടേബിൾ ആർ നോട്ട് കബോർഡ് എന്ന് പറയുന്ന ഒരു സാധനം ഇവിടുന്ന് കിട്ടാൻ പോകുന്നില്ല. പിന്നെ സം ചെയർ ആർ നോട്ട് ഡെസ്ക്. ദാറ്റ് ഈസ് കറക്റ്റ്.
അതാണ്ട് ഇവിടുന്ന് പറയാലോ, only a few chair or desk എന്ന് പറയുമ്പോൾ കുറച്ച് ചെയർ മാത്രമേ ഡെസ്ക് ആവത്തുള്ളൂ. അപ്പൊ ഓട്ടോമാറ്റിക്കലി ബാക്കി കുറച്ച് ചെയർ ഡെസ്ക് അല്ലല്ലോ. സോ ഇത് കറക്റ്റ് ആണ്. സം ചെയർ ആർ നോട്ട് ഡെസ്ക് കറക്റ്റ് ആണ് ഫ്രം ദി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. സോ only conclusion 2 follows. സോ 22 2 ആണ്. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു പസിൽ ചെയ്യാം. ഓക്കെ, ഈ പസിൽ ശ്രദ്ധിച്ച് നോക്കിക്കോണം. ഇതൊരു ഫ്ലാറ്റിന്റെ പസിലാണ്. ഓക്കെ, ഈ നമ്മൾ എപ്പോഴും ഓർക്കണം, നമ്മൾക്ക് പസിൽ വരുമ്പോൾ നമ്മളൊരു 1-2 ഫിഗർ അങ്ങ് വരച്ചിട്ടാൽ അതാ നല്ലത്. അതിപ്പോ സർക്കിൾ ആണെങ്കിലും ടേബിൾ ആണെങ്കിലും, ഇപ്പൊ സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ നേരത്തെ ചെയ്തില്ലേ ഒരു ക്വസ്റ്റ്യൻ, നമ്മൾ 2 ലൈനും വെച്ച് ചെയ്തില്ലേ, അതുപോലെ തന്നെ നമ്മൾ വേറെ ഏതോ ഒരു പസിലും കൂടെ ഇന്ന് ചെയ്തായിരുന്നല്ലേ, ഏതായിരുന്നു, ബോക്സ്, മറ്റേ ബോക്സ് അറേഞ്ച് ചെയ്യുന്നത്, അവിടെയും കണ്ടില്ല, നമ്മൾ ഒറ്റയടിക്ക് എല്ലാ പോസിബിലിറ്റി അങ്ങ് ചെക്ക് ചെയ്ത് പോയി. അപ്പം എപ്പോഴും എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും ഒക്കെ മനസ്സിലായിട്ടുള്ളത്, നമ്മൾ മൾട്ടിപ്പിൾ ഫിഗേഴ്സ് വരച്ച് ഒരേ സമയം പോസിബിലിറ്റീസ് ചെക്ക് ഔട്ട് ചെയ്യുന്നതാണ് പലപ്പോഴും നല്ലത്. എപ്പോഴാണോ ഇല്ല, ബട്ട് പലപ്പോഴും നല്ലത്. ഓക്കെ, ഇപ്പൊ ഇവിടെ തന്നെ ഫ്ലാറ്റിന്റെ ആണെന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ 2 ടേബിൾ അങ്ങ് വരച്ചിട്ടു. കാര്യം പോസിബിലിറ്റി വരുവാണെങ്കിൽ ഒരേ സമയം ചെക്ക് ചെയ്ത്. അപ്പൊ നിങ്ങൾ ചില സമയത്ത് ആയിരിക്കും, ഓ ഈ ഫിഗർ വരച്ച സമയം പോകത്തില്ലേ, ഈ ഫിഗർ വരച്ചല്ല സമയം പോകുന്നത്, ഫിഗർ ഇത് വരയ്ക്കാനല്ല സമയം പോകുന്നത്, ഒരേ ഫിഗറിലിട്ട് പല പോസിബിലിറ്റി ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും സമയം പോകുന്നത്. ഓക്കെ, അപ്പൊ അതിൽ നല്ലത് ഡ്യൂപ്ലിക്കേറ്റ്സ് വരച്ചിട്ട്, ഇപ്പൊ സർക്കിൾ ആണെങ്കിലും ഒരു ഇച്ചിരി കൂടുതൽ കാണുമെന്നൊക്കെ തോന്നി ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവല്ലോ, 2 സർക്കിൾ മതിയെങ്കിൽ മതി, ഒരു കുറച്ച് സർക്കിൾ കൂടുതൽ വരും, ഒരു ഹയർ ലെവലാന്ന് തോന്നി അപ്പൊ തന്നെ ഒരു 3-4 സർക്കിൾ അങ്ങ് വരച്ചിടാം. അപ്പോൾ ഒറ്റയടിക്ക് പല പോസിബിലിറ്റി ചെക്ക് ചെയ്ത് പോകുമ്പോഴേ അതായിരിക്കും ലെസ് ടൈം കൺസ്യൂമിങ്. പിന്നെ ഇതെല്ലാം ത്രൂ പ്രാക്ടീസ് ആണ്, അത് വേറെ കാര്യം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ 2 ഫിഗർ അങ്ങ് വരച്ചിട്ടുണ്ട്, വേണ്ടി വന്നാൽ എടുക്കാം, വേണ്ടെങ്കിൽ അവിടെ കിടക്കട്ടെ, ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതിയല്ലോ. ഓക്കെ, സോ ഇവിടെ അവർ പറയുന്നത് എന്താ, 8 പേരുണ്ട് ഇൻ 2 ഫ്ലാറ്റ്സ് എ ആൻഡ് ബി. ദർ ആർ 4 ഫ്ലോർസ്, 4 നിലകളുണ്ട്. ആൻഡ് ഈച്ച് ഓഫ് ദി ഫ്ലോർസ് ഹാസ് 2 flats. Okay, 2 ഫ്ലാറ്റ് ഉണ്ട് A and B, such that flat B is to the west of flat A. Flat B is to the west of flat A. അപ്പൊ ഇത് ഫ്ലാറ്റ് B, ഇത് ഫ്ലാറ്റ് A. ഇത് ഞാനൊരു അഡീഷണൽ കോളം ഇട്ടിരിക്കുന്നതേ ഉള്ളേ, ഒരു കാര്യമില്ല, വേസ്റ്റ് എഴുതാൻ. അപ്പൊ ഫ്ലാറ്റ് B, ഫ്ലാറ്റ് A. ഫ്ലാറ്റ് B is to the west of flat A എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഫ്ലോറുകൾ എഴുതാം. 4 3 2 1. ഓക്കെ, ഇതാണ് നമ്മുടെ ഫ്ലോർസ്. ഓക്കെ, ഇവിടെ അതേപോലെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഫ്ലാറ്റ് ബി വേണ്ടി വന്നാൽ ഉപയോഗിക്കാം. ഫ്ലാറ്റ് ബി, ഫ്ലാറ്റ് എ. 4 3 2 1. ഓൾറൈറ്റ്, ഇനി നമ്മുടെ കണ്ടീഷൻസ് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തതും ഈ ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഇതെന്താ ഇങ്ങനെ തന്നെ എഴുതിയെന്ന് വെച്ചാൽ ഈ ചോദ്യം വായിച്ചു നോക്കുക. ഫ്ലാറ്റ് എ ഓഫ് ഫ്ലോർ 1 is just below flat A of floor 2. Flat A of floor 1 and flat A of floor 1 is just below flat A of floor 1. ഇത് floor 1 is just below എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്, ഈ ഓർഡർ പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഫ്ലോർസ് ഇങ്ങനെല്ലാം എഴുതിയത്. എന്താ 1 മുകളിൽ എഴുതാന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് 4 3 2 1 ആണ്. ചിലപ്പോൾ ചില ക്വസ്റ്റനിൽ 1 2 3 4 എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്നിട്ട് ഫസ്റ്റ് കണ്ടീഷൻ, A lives on the top floor. ടോപ്പ് ഫ്ലോർ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ടോപ്പ് ഫ്ലോർ ഏതാ, 4th ഫ്ലോർ അല്ലെ, ഓഫ് ദ സെയിം ഫ്ലാറ്റ് ആസ് സി. അതിപ്പോ നമുക്ക് അറിഞ്ഞൂടല്ലോ ബി ആണോ എ ആണോ അല്ലെ, എന്തായാലും ഒരേ ഫ്ലാറ്റിലാണ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായത് ഇങ്ങോട്ടൊന്ന് നോട്ട് ചെയ്യും. എ ടോപ്പ് ഫ്ലോറിലാണ്, ദാറ്റ് ഇസ് 4th ഫ്ലോറിലാണ് വരേണ്ടത്. ആരുടെ തൊട്ട് മുകളിലാണ്, സി ഉള്ളത്. അപ്പൊ സിയുടെ മുകളിലാണ് എ വരേണ്ടത്, നമുക്ക് പിടികിട്ടി. Okay, A lives on the top floor of the same flat as C. H lives to the east of G on the same floor. H lives to the east of G എന്ന് പറയുമ്പോൾ ദാണ്ട് ഇങ്ങനെയല്ലേ, ജിയുടെ ഈസ്റ്റിലോട്ട് ദാണ്ട് ഇങ്ങനെ ഒരേ ഫ്ലാറ്റ്. ഓക്കെ, ബട്ട് നോട്ട് അറ്റ് ദ ബോട്ടം മോസ്റ്റ്, ഏറ്റവും താഴെയല്ല. അതിനാണ് ഞാൻ ഈ ഒരു വേസ്റ്റ് കോളം ഇട്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു രീതി, ഇങ്ങനെയുള്ള പസിൽസ് ഒക്കെ വരുമ്പോൾ ഈ മിക്കവാറും പസിൽസിൽ അതല്ല ഇതല്ല എന്നൊക്കെ പറയും. അപ്പൊ ടേബിൾ അല്ലെങ്കിൽ ഈ ഫ്ലാറ്റിന്റെ ഒക്കെ കേസിൽ ഈ ഒരു അഡീഷണൽ കോളം കൂടെ ഒരു കാര്യമില്ലാതെ കിട്ടിയിരിക്കും. ദാറ്റ് ഇസ് കോൾഡ് ദ വേസ്റ്റ് കോളം. എന്നിട്ട് അവിടെ ഈ അല്ല 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 എന്ന് പറയുന്ന സാധനം അവിടെ നോട്ട് ചെയ്തിരും. അപ്പൊ ഈ ജിയും ഹെച്ചും എവിടെ അല്ലെന്ന് ഇവർ പറഞ്ഞത്, ബോട്ടം മോസ്റ്റിലല്ല. അപ്പൊ ഈ വേസ്റ്റ് കോളത്തിൽ എഴുതിയത് ബോട്ടം മോസ്റ്റിലല്ലെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിലല്ല. അത് ഇങ്ങോട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചു, ഇവിടെ അല്ല എന്തായാലും. ഓക്കെ, F lives on the same floor as E. Same floor. Fഉം ഇയും ഒരുമിച്ചാണ് വരുന്നത്. E who lives in the same flat, same floor, sorry, vertically. F E same floor എന്ന് പറഞ്ഞാൽ vertically. E who lives in the same flat immediately above B. അപ്പൊ E വരേണ്ടത്,
ഇങ്ങോട്ട് മാറ്റി എഴുതാമേ, തെറ്റിപ്പോയി. ഇവിടെ ഈ ലിവ്സ്, ഈ വരേണ്ടത് ആരുടെ തൊട്ട് മുകളിലാണ്? ബിയുടെ തൊട്ട് മുകളിലാണ്, നമുക്ക് മനസ്സിലായി. ഓക്കെ, എന്നിട്ട് എഫ് ലിവ്സ് ഓൺ ദ സെയിം ഫ്ലോർ, ഈയുടെ സെയിം ഫ്ലോറിലാണ്. ഇപ്പുറത്തോട്ടാണ് അപ്പുറത്തോട്ടാണ് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഒരുമിച്ചാണ് എഫ് വരേണ്ടത്, ഇദ്ദേഹത്തിന്റെ കൂടെയാണ് വരേണ്ടത്, മനസ്സിലായി. ഓക്കെ, ഇനി ലാസ്റ്റ് ലൈനിൽ പറഞ്ഞിട്ടുണ്ട് സി ലിവ്സ് ഓൺ ദ ഫസ്റ്റ് ഫ്ലോർ ഓഫ് ഫ്ലാറ്റ് ബി. ഇപ്പൊ നമ്മുടെ കുറച്ച് സംശയമൊക്കെ മാറി കിട്ടും. സി ലിവ്സ് ഓൺ ദ ഫസ്റ്റ് ഫ്ലോർ ഓഫ് ഫ്ലാറ്റ് ബി. ഫ്ലാറ്റ് ബിയുടെ ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുമ്പോൾ സി ഇവിടെ, ഈ ഫിഗറിൽ അങ്ങ് മാറ്റിയേക്കാം, സി ഇവിടെ. അപ്പൊ നമുക്ക് ദാണ്ട് ആദ്യം ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, സി എവിടാണോ ആ സിയുടെ ഏറ്റവും മുകളിലാണ് എ വരേണ്ടത്. ദാറ്റ് മീൻസ് ദാണ്ട് ഇവിടെ ഇത് വേണമെങ്കിൽ എടുത്താൽ മതി കേട്ടോ, ഞാനങ്ങനെ എഴുതി പോകുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ജി എച്ച് എഴുതാം അല്ലെ. ജി എച്ച് ഇവിടെ അല്ല, ഇപ്പൊ നമുക്ക് മനസ്സിലായി ഫോർത്തിലും അല്ല, അപ്പൊ തേർഡിലോ ടൂയിലോ ആയിരിക്കണം. ജി എച്ചിന്റെ ഓർഡർ നമുക്ക് വ്യക്തമാണല്ലോ, ഇങ്ങനെയാണ്, കാര്യം ഈസ്റ്റിലാണെന്ന് ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് അത് വേണമെങ്കിൽ ഈ രണ്ട് ഫിഗറിൽ എഴുതാം. ഒരു ഫിഗറിൽ ജി എച്ച് തേർഡ് ഫ്ലോറിൽ എഴുതാം, മറ്റേ ഫിഗറിൽ ജി എച്ച് സെക്കൻഡ് ഫ്ലോറിൽ എഴുതാം. കേട്ടോ, ഇപ്പൊ നമ്മൾ രണ്ട് ഫിഗർ വരച്ചതിന് ഒരു പ്രയോജനം കിട്ടി. ഇനി ഇതാണ്ട് ഈ കണ്ടീഷൻ കൂടാണ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത്. പക്ഷെ ഇ എഫ് ആണോ എഫ് ഇ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ നമുക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, ഇ എവിടെ എഴുതുന്നു, ഇയുടെ തൊട്ട് താഴെ ബി എഴുതാം. അപ്പൊ നമുക്കൊന്ന് ഫിക്സ് ചെയ്യാൻ പറ്റുമോ? എന്തായാലും ഈ എഫ് ഇ ഹൊറിസോണ്ടലി ഒരുമിച്ച് എഴുതണം. എഫ് ഇ ഒരുമിച്ച് എഴുതണമെങ്കിൽ അതിന് സെക്കൻഡ് ഫ്ലോറിലെ ഈ ഫിഗർ സ്ഥലമുള്ളൂ. എന്നാൽ ഇയുടെ തൊട്ട് താഴെ ബി വരണം താനും. അപ്പൊ ഇവിടെ ഈ എഴുതിയ തൊട്ട് താഴെ എഴുതാൻ പറ്റൂല. സോ ഈ ഇവിടെ ആയിരിക്കണം, എന്നിട്ട് ഈയുടെ ഒപ്പം എഫ് ഇവിടെ എഴുതണം. എന്നാലേ ഈയുടെ തൊട്ട് താഴെ ബി എഴുതാനും പറ്റത്തുള്ളൂ. ഇനി പെൻഡിങ് ഉള്ളത് ഡി ആണ്. ആ ഡീനെ ഇവിടെയും കൂടെ എഴുതിയാൽ ഇത് കംപ്ലീറ്റ് ആയി കിട്ടും. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം നോക്കിക്കേ, ഇവിടെ നമുക്ക് സംശയമുണ്ട്, ഇ എഫ് ആണോ എഫ് ഇ ആണോ എന്ന് സംശയമുണ്ട്. ഈ ഇവിടെ എഴുതിയാൽ ഒരു കാരണവശാലും തൊട്ട് താഴെ ബി എഴുതാൻ പറ്റത്തില്ല. ഈ ഇവിടെ എഴുതിയാലും കണ്ടോ തൊട്ട് താഴെ എച്ച് ബി എഴുതാൻ പറ്റത്തില്ല. അപ്പൊ അവിടെ നിന്ന് മനസ്സിലായി ഇത് തെറ്റാണ്, ഇതാണ് ശരി. അപ്പൊ നമ്മൾ രണ്ടെണ്ണം വരച്ചതിന് ഒരു പ്രയോജനം കിട്ടിയേ ഇല്ല. ജി എച്ചിനെ നമുക്ക് രണ്ട് ഫിഗറിൽ രണ്ടിടത്തായിട്ട് ഒരേ സമയം എഴുതിയപ്പോൾ കാര്യം പെട്ടെന്ന് കിട്ടി. ഇപ്പൊ നമ്മൾ ആദ്യമേ ജി എച്ച് സെക്കൻഡിലായിരുന്നു എഴുതിയെങ്കിൽ ഇവിടെ എത്തുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ തെറ്റാണ്. പിന്നെ ഇത് മാറ്റി ഇങ്ങോട്ട് എഴുതണം. ഇത് ഒരേ സമയം നോക്കിയപ്പോൾ അതും കഴിഞ്ഞു കിട്ടി. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൂ ലിവ്സ് ഓൺ ദ ടോപ്പ് ഫ്ലോർ ഓഫ് ഫ്ലാറ്റ് എ? ഫ്ലാറ്റ് എയുടെ ഏറ്റവും മുകളിൽ ആരാ താമസം? ഡി അല്ലേ. ഡി എന്ന് പറയുമ്പോൾ ഫോർത്ത് ഓപ്ഷൻ. സോ 24 4 ആണ് ശരി ഉത്തരം, കറക്റ്റ്. ഓക്കെ, ഇനി how many floors are there in between the one on the bottommost floor of flat A and D? How many floors are there in between the one who lives on the bottommost floor of flat A? Bottommost floor of flat A ആര് താമസം? Bottommost floor of flat A and B അല്ലേ താമസം? ഫസ്റ്റ് ഫ്ലോറിൽ B ആണ് താമസം. അതുകൊണ്ട് bottommost flat A യുടെ bottommost floor B ആണ്. B യും പിന്നെ D യും, ബിയും പിന്നെ ഡിയും അവരുടെ ഇടയിൽ എത്ര പേരുണ്ട്? രണ്ടുപേരും. രണ്ടുപേരെന്ന് പറയുമ്പോൾ അത് ഫോർത്ത് ഓപ്ഷൻ. സോ 25 4. 26 who lives on the same floor as the one who lives immediately below A? Immediately below A എന്ന് പറയുമ്പോൾ അത് ജി ആണ്. ജിയുടെ ഒപ്പം ആരാണെന്നാണ് അവരുടെ ചോദ്യം. ജിയുടെ ഒപ്പം ആരാന്ന് ചോദിച്ചാൽ അത് എച്ച് അല്ലേ. 26 4 അല്ലെ. 27 who lives on the bottommost floor? bottommost ഫ്ലോറിൽ രണ്ടുപേരാണുള്ളത്. bottommost ഫ്ലോർ എന്ന് പറയുമ്പോൾ ഈ ഫസ്റ്റ് ഫ്ലോർ, അത് സിയും ബിയും ആണ്. ഓപ്ഷനിൽ നമുക്ക് ബി ഉള്ളൂ. സോ 27 4 എടുക്കാം. എല്ലാം 4 ആണോ? ഇനി 28 how many people live below H in total? in total എന്ന് പറയുമ്പോൾ എല്ലായിടത്തും കൂടെ ചേർത്ത്. എച്ചിന് താഴെ എത്ര പേരുണ്ട് ഇൻ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ദാണ്ട് ഈ 4 പേരാണ് എച്ചിന് താഴെ വരുന്നത് അല്ലെ. സോ 4 people എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ. സോ 28. ഓക്കെ, അടുത്തത് പെയർ കണ്ടുപിടിക്കാനുള്ളത് പലവർക്കും സംശയമാണ്. നോക്കിക്കോണം. ഹൗ മെനി സച്ച് പെയർസ് ആർ ദേർ ഇൻ ദ വേർഡ് പോർട്ടബിൾ? പോർട്ടബിൾ സ്പെല്ലിംഗ് ഒന്ന് തെറ്റിപ്പോരുത് എഴുതി വെക്കുമ്പോൾ. പെയർ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്, ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓരോ ലെറ്റേഴ്സും വായിക്കുക. അതായത് ആൽഫബറ്റിക് ഓർഡർ അറിയാലോ, ABCD. പി കഴിഞ്ഞ എന്തുവാ? PQR. വീണ്ടും നോക്കുക. PQRSTUV. വേറെ ഒന്നും കിട്ടിയില്ല. അടുത്ത ലെറ്റർ എഴുത്. OPQRST. ഇല്ല. അടുത്ത R എടുത്തോ. RSTUV. പോട്ടെ. TUV ഇല്ല. അടുത്ത AB. കറക്റ്റ് അല്ലേ. സോ 1 more pair. AB. ABCD. അടുത്ത BCDL. ഫിനിഷ്ഡ്. ഫോർവേഡ് ഡയറക്ഷൻ മതി എന്ന ചോദ്യത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ഇത്രേന്റെ ആവശ്യമുള്ളൂ. എത്ര പേർ കിട്ടി? 2 പേർ. സോ ദി ഓപ്ഷൻ ഇസ് 2. 29 2 is the answer. ശ്രദ്ധിക്കണം, ചില ക്വസ്റ്റനിൽ അവർ എടുത്തു പറയും ഇൻ ബോത്ത് ദി ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്.
അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറകോട്ട് നോക്കണം. ചില ക്വസ്റ്റ്യനിൽ ഒന്നും പറയത്തില്ല, ഹൗ മെനി പേഴ്സ് എന്നേ കാണത്തുള്ളൂ. അന്നേരവും ഫോർവേഡും ബാക്ക്വേർഡും നോക്കണം. കാര്യം ഹൗ മെനി പേഴ്സ് എന്ന് മാത്രം ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്തുവാ? ടോട്ടൽ അല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പോഴും മുമ്പോട്ടും പുറകോട്ടും നോക്കണം. പക്ഷേ ഇതുപോലെ ഫോർവേഡിനെ എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർവേഡ് മാത്രം നോക്കിയാൽ മതി, ബാക്ക്വേർഡ് നോക്കണ്ട. ഓക്കെ, ഇനി നമുക്കൊന്ന് ബാക്ക്വേർഡ് കൂടെ നോക്കിയേക്കാം. സപ്പോസ് അങ്ങനെ ആയിരുന്നെങ്കിൽ വേറെ ആരെങ്കിലും കൂടെ കിട്ടുമായിരുന്നു. ഇവിടെ നമുക്ക് ആൻസർ കിട്ടി. എന്താ പറയാ, അയ്യോ ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത ആൻസർ തെറ്റാ കേട്ടോ, തെറ്റു. ഇതല്ല 3 29 3. ഇങ്ങനെയൊക്കെയാണ് തെറ്റ് വരുത്താൻ സാധ്യതയുള്ളൂ കേട്ടോ. 2 പേരേ ഉള്ളൂ കേട്ടോ, 4 പേരില്ല. എന്തുകൊണ്ടാ തെറ്റ് വന്നത്? 2 പേർ എന്നിട്ട് ഈ 2 കൊണ്ട് കുത്തി. 2 പേർ എന്ന് പറയുമ്പോൾ തേർഡ് ഓപ്ഷൻ ആണ് കേട്ടോ, തേർഡ് ഓപ്ഷൻ. ഇനി ബാക്ക്വേർഡും കൂടെ ചുമ്മാ ഒന്ന് നോക്കാമേ. അങ്ങനെ ആയിരുന്നുവെങ്കിൽ എങ്ങനെ നോക്കുന്നു? ബാക്ക്വേർഡ് നോക്കുമ്പോൾ ദാണ്ട് ഇ എന്ന് തുടങ്ങണേ. EFGHIJKL ഇല്ല. അടുത്ത എൽ എടുക്ക്. LMNOPQR ഇല്ല. BCDEFG നോ. ABCD ഇല്ല. RSTUVW ഇല്ല. RST ഇല്ല. OP വേണ്ട, അതും കൂടെ വന്നേനെ. ഓക്കെ, അപ്പോ ഇൻ ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് എന്ന് കൊടുത്തിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ചുമ്മാ ഹൗ മെനി പേഴ്സ് എന്നായിരുന്നെങ്കിൽ ഇവിടെ ആക്ച്വലി 3 പേർ വന്നേനെ. പക്ഷെ കാര്യം ബാക്ക്വേർഡ് നോക്കുമ്പോൾ OPയും കൂടെ വരുന്നുണ്ട്. പക്ഷെ ഇവിടുന്ന് ഫോർവേഡ് ഉള്ളി, ഫോർവേഡ് എന്ന ചോദ്യത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നുണ്ട് നമ്മൾ മുമ്പോട്ട് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പൊ അതാണ്ട് ഇതിന്റെ കാര്യമില്ല, ഇത് രണ്ടിന്റെയും കാര്യമുള്ളൂ. അപ്പൊ 2 പേരാണ്. 2 പേർ എന്ന് പറയുമ്പോൾ തേർഡ് ഓപ്ഷൻ വേണം മാർക്ക് ചെയ്യാൻ. ഓക്കെ, next question, if it is possible to make only one meaningful English word with the, നമുക്കതൊന്ന് എഴുതാം. ഈ സാധനങ്ങൾ ഇച്ചിരി ശ്രദ്ധിച്ചു വേണം ചെയ്യേണ്ടത്. ഉറപ്പുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഇങ്ങനത്തേക്ക് അങ്ങ് വിടുന്നതാണ് നല്ലത്. ഉറപ്പുണ്ടെങ്കിൽ ചെയ്തോളൂ. കാര്യം നമുക്ക് എത്ര മീനിങ് ഇംഗ്ലീഷ് വേർഡ്സ് കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് വൊക്കാബുലറിയിലും ഒരു ചെറിയ പിടുത്തം വേണം അല്ലെ. വൊക്കാബുലറിയിൽ പിടുത്തം ഇല്ലെങ്കിൽ നമുക്ക് അയ്യോ ഇങ്ങനെ ഒരു മീനിങ് വേർഡ് ഉണ്ടായിരുന്നോ, അങ്ങനെ ഉണ്ടായിരുന്നോ എന്നൊക്കെ ഒരു സംശയം വരും. അപ്പൊ ഇവിടെ അവർ 2nd, 4th and 6th ലെറ്റേഴ്സ് ഉപയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 1 2 3 4 5 6 7 തെറ്റാതിരിക്കാൻ വേണ്ടി എഴുതിയിട്ടതാണ്. 2nd എന്ന് പറയുമ്പോൾ T, 4th എന്ന് പറയുമ്പോൾ E, 6th എന്ന് പറയുമ്പോൾ P. ഈ 3 ലെറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് എത്ര മീനിങ് വേർഡ് പറ്റും? ഡെർവിൽ ഒരു വേർഡേ ഉള്ളൂ, പെറ്റ് അല്ലെ. ഇതല്ലേ ഉള്ളൂ, അല്ലാതെ ടെപ്പെന്നോ എപ്ടെന്നോ എട്ടമോ അങ്ങനൊന്നുമില്ല, പെറ്റേ ഉള്ളൂ അല്ലെ. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. ഇവിടെ 3 ലെറ്റേഴ്സ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ചില സമയത്ത് 4 ലെറ്റേഴ്സ് ഒക്കെ വരുമ്പോഴാണ് നമുക്കൊരു സംശയം വരിക, ഇനി അങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ. അങ്ങനെ സംശയം വരുന്ന കേസിൽ സ്കിപ്പ് ചെയ്യുന്നത് നല്ലത് കേട്ടോ. ഉറപ്പുണ്ടെങ്കിൽ മാത്രം മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ വെറുതെ തെറ്റിപ്പോത്തില്ലേ. അപ്പൊ ഇവിടെ ചോദ്യം എന്തായിരുന്നു? ഇഫ് ഇറ്റ് ഇസ് പോസിബിൾ ടു മേക്ക് ഓൺലി വൺ മീനിങ് ഇംഗ്ലീഷ് വേർഡ്. ശരിയാണ്, ഒന്നേ കിട്ടുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്ത് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ബി ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ദാറ്റ് വേർഡ്. ആ വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കും? P ആണ് അല്ലെ. സോ ഇറ്റ് ഇസ് തേർഡ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ഒരു സീരീസ് തന്നിട്ടുണ്ട്. ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്, പക്ഷെ തെറ്റിപ്പോവാനും വളരെ സിമ്പിൾ ആണ്. സോ നമ്മൾ കെയർഫുൾ ആയിരിക്കണം മാർക്ക് ചെയ്യാൻ നേരത്ത്, തെറ്റിപ്പോകുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം കേട്ടോ. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ സം ഓഫ് ദി നമ്പേഴ്സ് ബിറ്റ്വീൻ @ ആൻഡ് ഡോളർ? @നും ഡോളറിനും ഇടയിലുള്ള നമ്പേഴ്സിന്റെ സം ആണ് ഈ ചോദ്യം. അപ്പൊ ആദ്യമേ @നും ഡോളറിനും ഇടയിലുള്ള നമ്പേഴ്സ് നോക്കണം. ഒരു നമ്പർ 5 പ്ലസ് വേറെ നമ്പർ 9. കണ്ടിട്ട് എസ് പോലുണ്ടല്ലേ, ഇച്ചിരി കൂടെ വൃത്തിക്ക് എഴുതാം. വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടോ? ശ്രദ്ധിച്ച് ഇല്ല, ഇതൊക്കെ ഓയാണേ, വേറെ നമ്പർ ഒന്നും ഇല്ല. സോ 5 and 9 ഉള്ളൂ. സോ വാട്ട് ഇസ് ദ സം? സം എടുക്കുന്നതിൽ തെറ്റിപ്പോയത് 14. സോ ഇറ്റ് ഇസ് എ തേർഡ് ഓപ്ഷൻ. ഓക്കെ, 31 3. പിന്നെ ഇതിൽ ഈ സീരീസ് ഒക്കെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ചില സമയത്ത് നമ്മുടെ ഈ പരീക്ഷയുടെ സ്ക്രീനിലുണ്ടല്ലോ, ഈ സ്ക്രീനിന്റെ അറ്റത്തോട്ട് കാണാം 1-2 എലിമെന്റ്. അപ്പൊ താഴെ സ്ക്രോൾ ചെയ്യാനുണ്ടോ എന്നൊക്കെ നോക്കണം കേട്ടോ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഗിവൺ അറേഞ്ച്മെന്റ് ഹൗ മെനി സച്ച് സിമ്പിൾസ് ആർ ദെയർ? നമ്മൾ നോക്കേണ്ടത് സിമ്പിൾസിനെയാണ്. വിച്ച് ആർ ഇമീഡിയറ്റ്ലി ഫോളോഡ് ബൈ എ നമ്പർ, അതിനൊക്കെ ശേഷം നമ്പർ വരണം. ആൻഡ് ഇമീഡിയറ്റ്ലി പ്രിസീഡഡ് ബൈ എ ലെറ്റർ, മുൻപ് ലെറ്റർ വേണം. ഓക്കെ, പക്ഷെ ഈ ചോദ്യം ശരിക്കും കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യണേ. ഹൗ മെനി സച്ച് സിമ്പിൾസ് ആർ ദെയർ? സിമ്പിൾസിനെയാണ് നോക്കേണ്ടത്. ഫോളോഡ് ബൈ എ നമ്പർ, പ്രിസീഡഡ് ബൈ എ ലെറ്റർ. സോ ദിസ് ഇസ് ദ ഓർഡർ. ലെറ്റർ സിമ്പിൾസ് നമ്പർ നോക്ക്. ലെറ്റർ സിമ്പിൾ നമ്പർ ദാണ്ടെ, ലെറ്റർ സിമ്പിൾ നമ്പർ ഒരെണ്ണം T @5. വേറെ ഏതെങ്കിലും ഉണ്ടോ നോക്കാം, ശ്രദ്ധിച്ചു നോക്കുക. ലെറ്റർ സിമ്പിൾ നമ്പർ, ലെറ്റർ ഇതല്ല, ലെറ്റർ സിമ്പിൾ നമ്പർ, ലെറ്റർ കഴിഞ്ഞ് സിമ്പിൾ വരുന്നത് $O2. ലെറ്റർ സിമ്പിൾ നമ്പർ, ലെറ്റേഴ്സ് താണ്ടെ B!7. വേറെ ഏതെങ്കിലും ഉണ്ടോ? ലെറ്റർ സിമ്പിൾ നമ്പർ ഇല്ല. അപ്പൊ 3 എണ്ണം ഉണ്ട്. 3 3 തേർഡ് ഓപ്ഷൻ കൊണ്ട് കുത്തരുത്. 3. സോ ഇറ്റ് ഇസ് എ സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ,
3 പേരുണ്ട് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് 32 അടുത്തത് ഇഫ് ഓൾ ദ സിമ്പിൾസ് ആർ ഡ്രോപ്ഡ് ഫ്രം ദി അറേഞ്ച്മെന്റ് എന്ന് വെച്ചാൽ എന്താ സിമ്പിൾസ് ഇല്ല എന്ന് വിചാരിക്കുക ഓക്കെ എന്താ ചോദ്യം which element will be the fourth element to the left of the second element from the right end രണ്ട് സൈഡാണ് ഒന്ന് ലെഫ്റ്റും ഒന്ന് റൈറ്റും രണ്ട് സൈഡ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക സെയിം സൈഡ് ലെഫ്റ്റും അല്ലെങ്കിൽ റൈറ്റും ആണെങ്കിൽ സെപ്പറേറ്റ് ചെയ്യണം ലെഫ്റ്റ് റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ് ലെഫ്റ്റ് അങ്ങനെ രണ്ട് സൈഡ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആഡ് ചെയ്യണം ആഡ് ചെയ്യുമ്പോൾ തെറ്റിപ്പോരുത് 4ഉം 2ഉം ആണ് കണ്ടോ 4ഉം 2ഉം ആഡ് ചെയ്യുമ്പോൾ എത്ര വരും 6 രണ്ടാമത്തെ സൈഡിൽ നിന്ന് വേണം കൗണ്ട് ചെയ്യുന്നത് ദാറ്റ് ഈസ് 6th ഫ്രം ദി റൈറ്റ് ഓക്കെ റൈറ്റ് എന്ന് പറയുമ്പോൾ ദാണ്ട് ഇവിടെ ഈ ഏറ്റവും റൈറ്റ് ലെഫ്റ്റ് മാറിപ്പോരുത് ഇവിടുന്ന് 6th ആരെ ഡ്രോപ്പ് ചെയ്യാനാ പറഞ്ഞ സിമ്പിൾസിനെ ഡ്രോപ്പ് ചെയ്യാൻ അതുകൊണ്ട് സിമ്പിൾസിനെ എണ്ണരുതേ 1 2 3 4 5 6 സോ ദി ആൻസർ ഇസ് 7 ഞാൻ സിമ്പിളിനെയൊക്കെ സിമ്പിൾ അതിന്റെ ഇടയ്ക്ക് വന്നത് ഒരു ആൻഡും ഒരു ഗ്രേറ്റർ ദാൻ സൈൻ വരുന്നു അത് രണ്ടും വിഴുങ്ങി അപ്പൊ 7 എന്നാണ് കിട്ടിയത് ദാറ്റ് ഇസ് 33 fourth option okay next question in the given arrangement how many numbers are there between m and exclamation ശ്രദ്ധിച്ചു നോക്കുക 9 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട് 2 എന്ന് പറഞ്ഞ നമ്പർ ഉണ്ട് അത് രണ്ടും എന്റെ കണ്ണിൽ പെട്ടോളൂ ഒന്നും കൂടെ നോക്കാം 9ഉം 2 കറക്റ്റ് അല്ലേ രണ്ട് നമ്പേഴ്സേ ഉള്ളൂ രണ്ട് നമ്പേഴ്സ് ഞാൻ നേരത്തെ ചെയ്തതുപോലെ സെക്കൻഡ് ഓപ്ഷനിൽ ഒന്നും കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യരുത് രണ്ട് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 5th ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ ഓക്കെ 5th ഓപ്ഷൻ 2 34 5 okay last question in the given arrangement which element is 8th to the right of നേരത്തെ ചെയ്തോട്ടെ 8th to the right of 5th from the left end again രണ്ട് സൈഡ് ആണ് അപ്പൊ ആഡ് ചെയ്യണം അല്ലെ 8 plus 5 തെറ്റി പോകരുത് ആഡ് ചെയ്യുമ്പോൾ 8 plus 5 എത്രയാണ് 9 10 11 12 13th from the ഏത് സൈഡാ ഒടുവിലത്തെ സൈഡ് അതായത് ലെഫ്റ്റിന്നാണ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റിന്ന് തന്നെയാണ് റൈറ്റ് ആയി പോരുന്നത് റൈറ്റിന്ന് അല്ല സോറി ലെഫ്റ്റിന്ന് 13th ഉണ്ട് 1 2 3 4 5 6 7 8 9 10 11 12 13 2 ആണ് ആൻസർ 2 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഓപ്ഷൻ അല്ല 2 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഓക്കെ യെസ് കഴിഞ്ഞു ഓക്കെ അപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സോ എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഹാവ് എ നൈസ് ഡേ താങ്ക് യു